ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ സാർ, സൗണ്ട് ക്ലിയർ ആണ്. ഗുഡ് ക്ലിയർ. ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ്. താങ്ക് യു. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ കോ ഹോസ്റ്റ് ഷമീർ സിത്താര മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഡം, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി, ഇന്നത്തെ സെഷനെ പറ്റി രണ്ടു വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2015 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന സെന്ററിന്റെ ഡയറക്ടറാണ്, അതേപോലത്തെ ഇവിടുത്തെ ചീഫ് ട്രെയിനറാണ്. ഈ മേഖലയിലേക്ക്, ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്ന കാര്യം കൂടി ഞാൻ ഒന്ന് വിശദീകരിക്കാം. ബാംഗ്ലൂരിൽ വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് പ്രോഗ്രാം എഴുതുന്ന ജോബായിരുന്നു. അതിനേക്കാൾ കൂടുതൽ താല്പര്യം മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ടീച്ച് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു പാഷൻ കൊണ്ട്, എൻ്റെ ഒരു അഭിനിവേശം കൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ തുടർന്നു പോകുന്നത്. രണ്ടാമത്തത്, ഈ ടെക്നോളജി എന്ന് പറയുന്നത് ടെക്കീസിന്റെ ഇടയിൽ മാത്രം നിന്നാൽ പോരാ, ടെക്നോളജി എല്ലാവരിലേക്കും എത്തണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ 2015 മുതലേ നടത്തുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യൂട്യൂബ് ട്രെയിനിങ്, ഇതെല്ലാമാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിലുള്ള ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അപ്പോൾ ഇനി ഈ സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് വിശദീകരിക്കാൻ 2 ഉദ്ദേശങ്ങളാണ് ഈ ഒരു സെഷൻസ് നടത്തുന്നതുകൊണ്ട് ഉള്ളത്. ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള അവയർനെസ്. ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അവയർനെസ് എല്ലാവരിലേക്കും സൗജന്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺലൈനിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിനിടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അല്ല, ഇതിന്റെ ഇടയിൽ ഒരു 10-15 മിനിറ്റ് നമ്മുടെ പെയ്ഡ് കോഴ്സിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക. നമ്മുടെ സൂമിൽ സൗണ്ട് ലഭിക്കണമെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യണം. സൗണ്ട് ലഭിക്കാൻ ജോയിൻ ഓഡിയോ വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജോയിൻ ഓഡിയോ വൈഫൈ ഓർ സെല്ലുലാർ. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് അതിന്റെ മറുപടി തരുന്നതായിരിക്കും ചാറ്റ് വിൻഡോയിൽ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പല ലൊക്കേഷനുകളിൽ നിന്നായിരിക്കും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഏതൊക്കെ ലൊക്കേഷൻ ആണെന്നുള്ള അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. UAE നിന്നുണ്ട്, ഇടപ്പാൾ, തൃശ്ശൂർ, ഓക്കെ, ഹരിപ്പാട് നിന്നുണ്ട്, ട്രിവാൻഡ്രം, UAE, ബഹ്റൈൻ, കാസർഗോഡ്, കട്ടപ്പന, മൂവാറ്റുപുഴ. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഈ ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മളൊരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ വരുന്നതായിരിക്കും, ചില ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തതിനു ശേഷം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ എസ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നേരെ ടോപ്പിക്കുകളിലേക്ക് കിടക്കാം എന്ന് വിചാരിക്കുന്നു. റെഡിയാണോ? യെസ്. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നു കഴിഞ്ഞു. ഇപ്പൊ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമുക്കറിയാം AI ക്യാമറകളാണ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിലോ സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ലെങ്കിലോ ഒക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫൈനൊക്കെ വരുന്നത് AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന പിക്ചറുകൾ അനലൈസ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ജോലികളിലെല്ലാം ഇത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ നമുക്ക് ഏതാനും ചില ടൂളുകളിലേക്ക് തന്നെ ആദ്യമേ കിടക്കാം. അതിനു മുമ്പ് ആക്ച്വലി ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷൻ പ്രയോജനപ്പെടും. നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്സും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ജോലി കണ്ടെത്തുന്ന മെത്തേഡ്, ഗ്രാഫിക് ഡിസൈനും വീഡിയോകളും ഒക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. കമാൻഡ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫിക് ഡിസൈൻസ്, വീഡിയോ ഒക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ AI ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ സെല് ചെയ്യാം. മുതൽ മുടക്കില്ലാതെ ഒരു ഓൺലൈൻ ബിസിനസ്, പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കും ഇല്ലാതെ ഒരു ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതെല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെ നമുക്കൊന്ന് കാണാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ കമാൻഡ് കൊടുത്ത് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് Mixo.io എന്ന് പറയുന്ന ടൂൾ. MIXO.io
IO. ഈ ഒരു സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഒരു സിംഗിൾ കമാൻഡ് കൊടുത്താൽ മതി, അതിൽ നിന്ന് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാം. ഓക്കെ, ഞാനിവിടെ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സൈറ്റിന്റെ ലിങ്കാണ് mixo.io. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്താണ് എന്നുള്ളത് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിംഗിൾ ലൈൻ ആയിട്ട് കൊടുക്കുക, സിംഗിൾ ലൈൻ. ഇവിടെ തന്നെ എക്സാമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ എക്സാമ്പിൾസ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെന്റർ. ഓക്കെ, നമ്മളൊരു ഓൺലൈൻ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇരിക്കട്ടെ. ഓക്കെ, ഓൺലൈൻ കൗൺസിലിംഗ് വെബ്സൈറ്റ് ഫോർ കപ്പിൾസ്. ഓക്കെ, കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പിന്നെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സെന്ററാണ്. അതിലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാൻ ജസ്റ്റ് ഞാൻ അതിന്റെ കമാൻഡ് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് എൻക്വയറീസ് വരണം. എൻക്വയറീസ് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ജനറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കാഴ്ചക്കാരനായിട്ട് വയ്ക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വയം വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു, സെലക്ടിങ് ഇമേജസ്. അതുപോലെ തന്നെ റൈറ്റിംഗ് കണ്ടന്റ്, സ്വന്തമായിട്ട് അത് കണ്ടന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ആണ് എഴുതി തരുന്നത്. ലേഔട്ട്സ് ഉണ്ടാക്കുന്നു. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ യാതൊന്നും ചെയ്തില്ല, എന്റെ 2 കൈകളും ഫ്രീ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, വെബ്സൈറ്റ് ഇപ്പോൾ അത് നിർമ്മിച്ച് തരുന്നതായിരിക്കും. വെബ്സൈറ്റ് നിർമ്മിച്ച് കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള വെബ്സൈറ്റ് അത് നിർമ്മിച്ച് കഴിഞ്ഞു. ഇതിന് നല്ലൊരു ലോഗോയും അതുപോലെ തന്നെ ഒരു പേരുമൊക്കെ അവർ തന്നെ കണ്ടുപിടിച്ചു. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. താഴേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടന്റ് അത് എഴുതിയിരിക്കുന്നു. ഓക്കെ, കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട ദമ്പതികൾ അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടാവുന്നവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, അതിന്റെ വെബ്സൈറ്റാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ അത് ഇവിടെ എഴുതി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതി തന്നത്. ഈ വന്നിരിക്കുന്ന കണ്ടന്റ് സ്റ്റൈല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീജനറേറ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റൈൽ അത് മാറ്റിത്തരും. ഈ ക്രിയേറ്റ് ചെയ്ത് തന്ന വെബ്സൈറ്റിന്റെ സ്റ്റൈൽ ഇത് മാറ്റിത്തരും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിന്റെ സ്റ്റൈൽ മാറ്റിത്തരും. ഓക്കെ, ഇനി ഈ ഒരു സൈറ്റിനകത്ത് നമ്മൾ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ലോഗോയും അതേപോലെ തന്നെ ഈ പേരും ഒന്നും നമ്മുടെ ബിസിനസ്സിനുള്ളതായിരിക്കത്തില്ല. ആ കേസിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഈ കിട്ടിയിരിക്കുന്ന വെബ്സൈറ്റിനെ നമുക്ക് 100% കസ്റ്റമൈസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കും. ഓക്കെ, കപ്പിൾ കൗൺസിലിംഗ് എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഗാലക്സി കൗൺസിലിംഗ് ആക്കി. ഗാലക്സി എന്നാണ് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിന്റെ പേരെന്നിരിക്കട്ടെ. ഓക്കെ, ഗാലക്സി കൗൺസിലിംഗ് ആക്കി. ഈ ലോഗോ മാറ്റണമെങ്കിൽ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നേരെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ലോഗോ, ഒരു സാമ്പിൾ ലോഗോ ഞാനിവിടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ലോഗോ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത വെബ്സൈറ്റ് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമേജുകളൊക്കെ മാറ്റണമെങ്കിൽ ഇമേജിന്റെ പുറത്ത് ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇടതുവശത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഇമേജുകൾ മാറ്റാൻ സാധിക്കും. ഇനി ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ലിങ്ക്, അതായത് വെബ്സൈറ്റ് ലിങ്ക് തന്നെ എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് പെയ്ഡ് പ്ലാൻസും ഉണ്ട്, ഫ്രീ പ്ലാൻസും ഉണ്ട്. ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് മിക്സോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലേക്ക് ലേറ്റായിട്ട് വന്നവർക്ക് വേണ്ടി പറയാണ്, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AI ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. ഇതിൽ വന്ന് ഒരു സിംഗിൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിന്റെ ഫൈനൽ ലിങ്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഫൈനൽ ലിങ്ക് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. ഞാൻ ഇതിൽ നിരവധി വെബ്സൈറ്റുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഒരു കമാൻഡ് കൊടുത്ത് വെബ്സൈറ്റ് നിർമ്മിക്കുക. ഈ കിട്ടുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വെബ്സൈറ്റിന്റെ 2 പോരായ്മകളെ കാണത്തുള്ളൂ. അതായത് അതിനകത്ത് ഓക്കെ, mixo.io എന്ന് പറയുന്ന ഒരു ലിങ്കും കൂടെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ടുള്ള പ്ലാനിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ, ഫ്രീ പ്ലാനും ഉണ്ട്, പെയ്ഡ് പ്ലാനും ഉണ്ട്. ഓക്കെ, ഫ്രീ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെബ്സൈറ്റിനകത്ത് mixo.io എന്ന് പറയുന്ന ലിങ്ക് ഒക്കെ കാണും. ഇതൊരു സബ് ഡൊമൈൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതേസമയം ഇതിനെ നമുക്ക് www.galaxycounseling അല്ലെങ്കിൽ galaxycounsel.com
എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പെയ്ഡ് പ്ലാനിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് ട്രൈ ചെയ്യാം. വളരെ നല്ലൊരു സൈറ്റാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടന്റ് എഴുതേണ്ട ആവശ്യമില്ല, ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമേജുകളൊക്കെ തന്നെ ഇത് തന്നെ നിർമ്മിച്ചു തരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനകത്ത് എഴുതാനുള്ള കണ്ടന്റ് ഇവിടെ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങളും. വാലിഡിറ്റി എത്ര? വാലിഡിറ്റി ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്പയർ ആവത്തില്ല. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് എക്സ്പയർ ആവത്തില്ല. ഈ ഒരു ലിങ്ക് നമുക്ക് ലോങ് ടൈമിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആക്ച്വലി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കുന്നത് നോക്കാം. PPT നമുക്കറിയാം. പവർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ പലപ്പോഴും പവർ പോയിന്റ്സ് നിർമ്മിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് Gamma.app എന്ന് പറയുന്ന ടൂൾ. നമ്മുടെ വാസ്കോഡ ഗാമയെ ഓർത്താൽ മതി. Gamma.app. ഈ Gamma.appനകത്ത് നമുക്ക് കമാൻഡ് കൊടുത്ത് അതിൽ നിന്ന് പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു വിൻഡോയിൽ Gamma.app ഓപ്പൺ ചെയ്യുകയാണ്. സൈറ്റിന്റെ പേര് ഓർത്തിരിക്കുക, Gamma.app. ഓക്കെ, Gamma.app ഞാനിവിടെ ഓപ്പൺ ചെയ്യണം. Gamma.app ഓപ്പൺ ചെയ്ത് നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് കിട്ടും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട പവർ പോയിന്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കമാൻഡ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറേറ്റ് എന്ന് പറയുന്ന ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പോകുന്നത് എന്ത് പവർ പോയിന്റ് ആണ് നിർമ്മിക്കേണ്ടത്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് ആണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നിർമ്മിച്ചു തരാൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. കമാൻഡ് ഇവിടെ കൊടുത്തു. ജനറേറ്റ് ഔട്ട്ലൈൻ. ഓക്കെ, ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ആ പവർ പോയിന്റിന് എത്ര സ്ലൈഡുകൾ വേണം, ആ സ്ലൈഡിലെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡ്, ഫസ്റ്റ് സ്ലൈഡ്, അങ്ങനെയുള്ള അതിനാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്ലൈൻ ഇത് ജനറേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ഇത് ഔട്ട്ലൈൻ ജനറേറ്റ് ചെയ്ത് തന്നു. ഈ ഔട്ട്ലൈനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് സ്ലൈഡ് ആയിരിക്കും. ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ പോകുന്നു ഓരോ സ്ലൈഡുകൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് വേറെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ ഒരെണ്ണം ആഡ് കാർഡ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്ന ഒരു സ്ലൈഡ് കൂടെ എനിക്ക് അതിനകത്ത് വേണമെന്നിരിക്കട്ടെ. എക്സാമ്പിൾസ് ഓഫ് AI അത് ഞാൻ ആഡ് ചെയ്തു. ഇത് 5ാമത്തെ സ്ലൈഡായിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് 5ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഇനി വേറെ എന്തെങ്കിലും സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പവർ പോയിന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റൈൽ കൂടെ സെലക്ട് ചെയ്യണം. നമുക്കറിയാം പവർ പോയിന്റ് പ്രസന്റേഷന് പിന്നെ നമുക്ക് സ്റ്റൈലുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്തു. ഇനി ലാസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ജനറേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് കാഴ്ചക്കാരനായിട്ടിരിക്കാം. ഇവിടെ ഇപ്പൊ അത് സ്വയം ഇത് നിർമ്മിച്ചു തരും. ഓക്കെ, എൻ്റെ 2 കൈകളും ഫ്രീ ആണ്. അത് നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് പേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പേജ് കഴിഞ്ഞു. സെക്കൻഡ് പേജിലേക്ക് കടന്നു. ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ 3ാമത്തെ സ്ലൈഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബെനിഫിറ്റ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എക്സാമ്പിൾസ് ഓഫ് AI, ഞാൻ പറഞ്ഞായിരുന്നു എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറയുന്ന ഒരു സ്ലൈഡ് വേണമെന്ന്, അതവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലഞ്ചസ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ, റോൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സ്ലൈഡും അത് നിർമ്മിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് തനിയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തനിയെ നിർമ്മിച്ച് തന്ന ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഇമേജുകൾ അത് തന്നെ ആഡ് ചെയ്തു. ഞാനിവിടെ ഇമേജുകൾ ഒന്നും കൊടുത്തില്ല. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് ഇത് തന്നെ ഇവിടെ ഇമേജുകൾ ആഡ്. മാത്രമല്ല ഇമേജുകൾ ഇത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇമേജുകൾ ഇത് സ്വയം ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡാണ്, അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഇത് എങ്ങനെ പുറത്തേക്ക് എടുക്കാം? ഇതിപ്പോ ഇരിക്കുന്നത് Gamma.app എന്ന് പറയുന്ന സൈറ്റിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ തന്നെ നമുക്ക് ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ കിട്ടിയിരിക്കുന്നതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഇമേജിന് പകരം വേറൊരു ഇമേജ് എനിക്ക് വെക്കണമെങ്കിൽ അത് വെക്കാം.
ഈ കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇമേജ് മാറ്റാനാണെങ്കിൽ ഇമേജിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേറെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാം പോസിബിൾ ആണ്. അല്ലെങ്കിൽ പുതിയൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ 100% കസ്റ്റമൈസബിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാം. ഷെയറിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ടിലേക്ക് വരിക. എക്സ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് PDF ഉണ്ട്, എക്സ്പോർട്ട് പവർ പോയിന്റും ഉണ്ട്. ഓക്കെ, PDF ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് പവർ പോയിന്റ് കൊടുത്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ട് പുറത്തേക്ക് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആകും. ഇതിപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സേവ് ആയതിനു ശേഷവും നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇതിനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്കോ ഏതെങ്കിലും ഫോൾഡറിലേക്കോ കൊണ്ടുവന്നതിന് ശേഷം വേണമെങ്കിൽ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ 80% ജോലിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തു തരുന്നു. നമ്മുടെ ഒരു ഇൻപുട്ട് 20% കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പവർ പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പോർട്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം സമയം എടുക്കുമെന്ന് അവർ കാണിക്കുന്നു. സാധാരണ ഇത്രയും സമയം എടുക്കാറില്ല. എക്സ്പോർട്ടിങ് കൊടുക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് ഈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് വന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ ഒന്ന് കാണാം. പുറത്തേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇപ്പോൾ സേവ് ആയത് ഞാനൊന്ന് കാണിക്കാം. ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ PPT എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ PPT ആണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഗതി വേണമെങ്കിലും എനിക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ മെയ്ഡ് വിത്ത് ഗാമ എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരുടെ വാട്ടർമാർക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഒരു തടസ്സവും. സോ ഇതിന് വേറെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ പവർ പോയിന്റ് ഉണ്ടാക്കാൻ ഇനി നമ്മൾ നിർമ്മിക്കാൻ നിൽക്കേണ്ട. gama.app വന്ന് കമാൻഡ് കൊടുക്കുക, അത് നിർമ്മിച്ചു തരും. ആ വന്നിരിക്കുന്ന പവർ പോയിന്റിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് വേണ്ടിയിട്ടുള്ള പവർ പോയിന്റ് ആക്കി മാറ്റുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലേക്കും വന്ന് തുടങ്ങി എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച 2 എക്സാമ്പിൾസ്. ഇനിയും പല എക്സാമ്പിൾസ് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിർമ്മിക്കേണ്ടി വരും. ഫേസ്ബുക്കിൽ ഇടാനുള്ള പോസ്റ്റുകളൊക്കെ നിർമ്മിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇമേജുകൾ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ഇമേജുകൾ ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ചെയ്യാൻ ഉള്ള ഒരു കിടിലൻ സൈറ്റാണ് bing.com/create എന്ന് പറയുന്ന സൈറ്റ്. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. ഇതിന് മറ്റൊരു പേരും പറയും, കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഒരു ടൂളും ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ഈ ഒരു ടൂളിനകത്ത് വന്ന് എങ്ങനെയാണ് നമുക്ക് ഇമേജ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് കമാൻഡ് കൊടുത്താൽ മതി, അത് ഇമേജ് ഉണ്ടാക്കി തരും. ഞാൻ bing.com/create എടുക്കുകയാണ്. bing.com/create എടുത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതിന് കോപ്പൈലറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പുതിയ പേര് കോപ്പൈലറ്റ് എന്നാണ്. ഇവിടെയാണ് നമ്മുടെ കമാൻഡ് കൊടുക്കേണ്ടത്. എന്തിന്റെ ഇമേജ് നിർമ്മിക്കണം എന്നുള്ള കമാൻഡ് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോകുന്നത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഇമേജ് നിർമ്മിച്ചു തരാനുള്ള ഒരു കമാൻഡ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഈ കൊടുക്കുന്ന കമാൻഡിന് പറയുന്നത് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് കൊടുക്കണം. ഈ കമാൻഡിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ക്രിയേറ്റ് എ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ബ്രാൻഡ് നെയിം ഫ്രാഗ് മാജിക് എന്നാണ് എൻ്റെ ബ്രാൻഡിന്റെ പേര്. അപ്പൊ ആ ബ്രാൻഡ് നെയിം ഉള്ള ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഇമേജ് ഉണ്ടാക്കി തരാൻ പറയുകയാണ്. ജസ്റ്റ് അത് കൊടുത്തു, ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പം ഇതിവിടെ ഇമേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. AI ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതല്ല, അത് അതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലോ ഗൂഗിളിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ എങ്ങും ഇല്ലാത്ത ഇമേജ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നിർമ്മിച്ചു കഴിഞ്ഞു. വന്ന ഇമേജുകൾ നോക്കാം. 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഒന്നിന് പകരം 4 എണ്ണമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് അറിയത്തില്ലല്ലോ. ഓക്കെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം മിസ്സായി പോയിട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അതിന് മിസ്റ്റേക്കുകൾ പറ്റും. ഓക്കെ, ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അടുത്ത ഇമേജ് നോക്കാം. അടുത്ത ഇമേജിൽ ഓക്കെ, ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള ഇമേജ് ആണ് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള ഇമേജ് ആണ്. ഇത് അതിനേക്കാളും അടിപൊളി. ഇത് സൂപ്പർ. ഇതിനകത്ത് ഫ്രാഗ് മാജിക്കിന്റെ 6 മിസ്സിംഗ് ആയിട്ടുണ്ട്. AI ഉപയോഗിച്ച് നിർമ്മിച്ചു തരുന്നതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ കാണും. അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്.
ഓക്കെ, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഇമേജ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു ഇമേജ്. ഇതുപോലൊരു ഇമേജ് നമ്മളൊരു ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, മാത്രമല്ല എത്ര ദിവസം കാത്തിരിക്കണം. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് ഇതുപോലെ നിർമ്മിക്കാൻ സാധിക്കുന്നു. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മളൊരു കമാൻഡ് കൊടുത്തപ്പോൾ അത് സ്വയം നിർമ്മിച്ചു തന്നതാണ് ഈ ഇമേജ് എന്ന് പറയുന്നത്. ഈ വന്നിരിക്കുന്ന ഇമേജുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വേറെ കോപ്പിറൈറ്റ് ഒന്നുമില്ല. നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോ എന്തിനു വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വേറൊരു കമാൻഡ് ഇവിടെ കാണിക്കാം. അതായത് നമുക്ക് ഇതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജുകൾ വേണമെങ്കിൽ നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ വേറൊരു കമാൻഡ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ആ കമാൻഡ് കൊടുത്തിട്ട് ആ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് കമാൻഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എങ്ങനെ ഈ കമാൻഡ്സ് നമുക്ക് നിർമ്മിക്കാം, കൊടുക്കാനുള്ള കമാൻഡ്സ് പ്രോംപ്റ്റ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വേറൊരു കമാൻഡ് കൊടുത്തു, ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇത് 4 ഇമേജ് ഇപ്പൊ നിർമ്മിച്ചു തരും. 4 നിർമ്മിച്ചു തരുന്നത് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് 4 നിർമ്മിച്ചു തരുന്നത്. മാത്രമല്ല അത് നിർമ്മിച്ചു തരുന്ന ചില ഇമേജുകളിൽ മിസ്റ്റേക്കുകൾ കാണും, അതുകൊണ്ടാണ് 4 അത് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഇമേജ് കമാൻഡ് പ്രകാരം ഉണ്ടാക്കി തന്ന ഇമേജുകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ ഇമേജുകളാണ് ഇത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. എന്തായിരുന്നു ഞാൻ കൊടുത്ത കമാൻഡ്? ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. എന്ത് കമാൻഡാണ് കൊടുത്തത്? കൊടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഒരു പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. കമാൻഡ് പ്രകാരം പാർക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ അതിനകത്ത് എന്തെല്ലാം വേറെ ഉൾപ്പെടുത്തണം എന്ന് ഘോഷിക്കുന്നത് 20 വയസ്സുള്ള ഒരു പെൺകുട്ടി മഞ്ഞ ഷർട്ട് ധരിച്ച് ഇരിക്കുന്നതാണ് വേണ്ടത്. ഓക്കെ, യെല്ലോ കാഷ്വൽ ഷർട്ട് എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ലക്ഷറി വാച്ച്, വില കൂടിയ വാച്ച് ധരിക്കണം, കണ്ണാടി വേണം, ബ്യൂട്ടിഫുൾ ഹെയർ വേണം, സിറ്റിംഗ് ഓൺ എ വൈറ്റ് സുപ്ര MK4 കാർ. സുപ്ര MK4 എന്ന് പറയുന്ന ഒരു ലക്ഷറി കാർ അതിന്റെ സൈഡിൽ വേണമെന്ന് പറഞ്ഞു. അതാണ് ഈ സൈഡിൽ കാണുന്ന കാർ എന്ന് പറയുന്നത്. സുപ്ര MK6 എന്ന് പറയുന്ന കാറാണ് വയ്ക്കാൻ പറഞ്ഞത്. MK6 എന്ന് പറയുന്ന കാർ സൈഡിലുണ്ട്. സാൻഡ്ര എന്ന് പറയുന്ന പേര് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ വേണം എന്ന് പറഞ്ഞു. നോക്കിയാ, അതുപോലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സാൻഡ്ര എന്ന് പറയുന്ന പേര് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ വരെ അത് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നു. സാൻഡ്ര എപ്പോഴും നമ്പർ പ്ലേറ്റിൽ സാൻഡ്ര എന്ന് പറയുന്ന പേര് കറക്റ്റ് ആവത്തില്ല. നോക്കി, ഇതിനകത്ത് സാൻഡ്രയ്ക്ക് വരെ സാൻഡായ വന്നിട്ടുള്ളൂ, സാൻഡ. ഓക്കെ, 3 ഇമേജുകളാണ് ഇത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് സാൻഡ്ര വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള ഏത് ഇമേജും യൂണിക് ആയിട്ടുള്ള ഇമേജ് കമാൻഡ് കൊടുത്ത് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ കമാൻഡ് കൊടുക്കുന്നത്, അതായത് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നതാണ് പഠിക്കേണ്ടത്. ഇത് എങ്ങനെയാണ് ഈ കമാൻഡ് ഉണ്ടാക്കുന്നത്, ഈ പ്രോംപ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നോക്കി, ഞാൻ ആദ്യം കൊടുത്ത കമാൻഡിനകത്ത് നോക്കിയാൽ 3D റെൻഡർ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 3D റെൻഡർ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള 3D ഷേപ്പിലുള്ള തിളക്കമുള്ള ഇമേജുകൾ കിട്ടാൻ 3D റെൻഡർ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഉൾപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. അത് കൂടാതെ നോക്കി, പെർഫ്യൂം ബോട്ടിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം വേണമെന്ന് പറഞ്ഞു. സിമ്പിൾ കമാൻഡ്. സെക്കൻഡ്, ഇതിനകത്ത് എന്താണ്, ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു. അതായത് ആ ഇമേജിനകത്ത് പാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം, മഞ്ഞ ഷർട്ട് ധരിക്കണം, മറ്റ് ഡീറ്റെയിൽസ് വേണം, നമ്പർ പ്ലേറ്റിൽ വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആക്ച്വലി കമാൻഡ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ കമാൻഡുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള എക്സാമ്പിൾസും യഥാർത്ഥത്തിൽ ഈ കോപ്പൈലറ്റ് എന്ന് പറയുന്ന ടൂളിൽ ചില എക്സാമ്പിൾ സഹിതം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. നോക്കി, ഈ കാണിച്ചിരിക്കുന്ന ഇമേജുകളെല്ലാം കോപ്പൈലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, പലരായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന കമാൻഡുകൾ എന്താണെന്ന് ഇതിന്റെ മുകളിൽ തന്നെ കൊടുക്കും. ആ കമാൻഡ് നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് ഇമേജ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ആണ്. ഇത് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കമാൻഡുകൾ കൊടുക്കുന്ന മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ 100% നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇമേജുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കാർട്ടൂൺ ചിത്രങ്ങളാണ് വേണ്ടെങ്കിലോ എന്ന് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാർട്ടൂൺ എന്ന് പറയുന്ന ടേം കൂടെ യൂസ് ചെയ്യാം. ക്രിയേറ്റ് എ കാർട്ടൂൺ ഇമേജ് ഓഫ് എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് എ കാർട്ടൂൺ ഇമേജ് ഓഫ്. അതേപോലെ വാട്ടർ കളർ പോലെ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ വാട്ടർ കളർ ഓഫ് എന്ന് പറയുന്ന ആ ഒരു ടേം കൂടെ യൂസ് ചെയ്യുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട സംഗതി പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇമേജിനെ ആരെങ്കിലും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കമാൻഡ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് പലപ്പോഴും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കമാൻഡ് കൊടുക്കാനൊന്നും ക്ഷമ ചിലപ്പോൾ എല്ലാവർക്കും കാണത്തില്ല. അതില്ലാതെ തന്നെ നമുക്ക് ആയിരക്കണക്കിന് ഡിസൈൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഞാനിവിടെ പരിചയപ്പെടുത്താം. അതിനകത്ത് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ എന്ത് സംഗതികളും 1 മിനിറ്റ് കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റിൽ. അതിനുപയോഗിക്കുന്ന ഒരു കിടിലൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ടൂളാണ് ക്യാൻവ. ക്യാൻവ ഞാൻ 2016 മുതലേ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്നവർക്കെല്ലാം ഈ ക്യാൻവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാൻവ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ കിട്ടിയതിന് ശേഷം ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഞാൻ പോലും ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പർ സംഗതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഗതികളും ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ലോഗോയോ, ബ്രോഷർ, പോസ്റ്റർ ഏത് സാധനം വേണമെങ്കിലും വളരെ പെട്ടെന്ന് നിർമ്മിക്കാം. ഇത് മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഡിസൈൻ ചെയ്തത്. മൊബൈലാണെങ്കിൽ ക്യാൻവയുടെ മനോഹരമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഇടയിൽ ഒരു സെഷൻ ഉണ്ട്. ഓക്കെ, ക്യാൻവ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോ-ഹോസ്റ്റും ചില ക്വസ്റ്റ്യൻസിന് മറുപടി തരുന്നതായിരിക്കും ചാറ്റ് വിൻഡോയിൽ. ഓക്കെ, ക്യാൻവയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ പല ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ 1-2 പേരുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ നോക്കി ഇൻഷുറൻസ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നിരിക്കട്ടെ. ഇൻഷുറൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ്, ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് സൈറ്റാക്കി മാറ്റാം, സൈറ്റിൽ പെട്ടെന്ന് ഡിസൈൻ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് വേണ്ടെങ്കിൽ ഇൻഷുറൻസ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് കൊടുക്കുക. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ നീളം വീതിയുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. ഇതല്ല, നമുക്ക് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇന്റീരിയർ. അപ്പൊ ഇന്റീരിയർ എന്ന് കൊടുക്കുക. ഇന്റീരിയർ അത് അതിനകത്ത് തന്നെ നമുക്ക് വേണ്ടുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇന്റീരിയർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൊടുത്ത് നോക്കാം. നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്നതാണ്. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ ആയിട്ടാണ് അതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം, വെർട്ടിക്കലും ഉണ്ട് ഹൊറിസോണ്ടലും ഉണ്ട്. ഓക്കെ, ഇതാ ഇത് വന്നിരിക്കുന്നു. ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റുകളാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് കൊടുത്തത് അതും വന്നിരിക്കുന്നതെല്ലാം ഇന്റീരിയർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇന്റീരിയർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കിടിലൻ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റോറിയാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. വരുന്നുണ്ടോ നോക്കാം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കി, ഇതെല്ലാം വെർട്ടിക്കൽ ഷേപ്പിലുള്ള പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. എല്ലാ ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് കൊടുക്കുക, അത് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ചാറ്റ് വിൻഡോയിൽ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ 1-2 പേരുടെ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യാണ്. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉണ്ട്, എയർ കണ്ടീഷനിങ്, സ്പോർട്സ്, വെയിറ്റ് ലോസ്, കമ്പ്യൂട്ടർ, ഓക്കെ, ടാക്സ് പ്രാക്ടീഷണർ, ഓക്കെ, വർക്ക് ഫ്രം ഹോം. ഗ്രേറ്റ്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, ഡെയറി ആൻഡ് ബിവറേജസ്. ഓക്കെ, ഇപ്പൊ അവിടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇവിടെ സ്പോർട്സ് എന്ന് കൊടുക്കുന്നു. സ്പോർട്സ് ഫേസ്ബുക്ക് പോസ്റ്റ് കംപ്ലീറ്റ് വന്നിരിക്കുന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, സ്പോർട്സ് അപ്ഡേറ്റ്, സ്പോർട്സ് 20K റൺ, ഇതെല്ലാം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറൊരു എക്സാമ്പിൾ വന്നിരുന്നത് എഡ്യൂക്കേഷൻ, വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, ജ്വല്ലറി ഉണ്ട്. ഓക്കെ, എല്ലാം കാണിക്കാനുള്ള ഒരു സമയമില്ല, എങ്കിലും ഞാനിവിടെ കാണിക്കാം. ഓക്കെ, വാട്ടർ പ്യൂരിഫയർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എക്സാക്ട്ലി അത് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ടെംപ്ലേറ്റ്സ് എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വാട്ടർ പ്യൂരിഫയർ ഞാൻ കൊടുത്തപ്പോൾ അതിന് പറ്റിയ ടെംപ്ലേറ്റ്സ് വന്നിരിക്കുന്നുണ്ടോ. ഓക്കെ, വാട്ടർ പ്യൂരിഫയർ ഒക്കെ റെയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിൽ പോലും അതുപോലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതെടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഞാനിവിടെ എല്ലാവരുടെ ഇതും കാണിക്കാത്തത് സമയപരിമിതി കൊണ്ടാണ്. കമന്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് കാണിക്കാം, എങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കുന്നതെന്ന് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കഫേ ആണ്. കഫേയിൽ ബർഗർ
നിങ്ങൾ സെല് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, ബർഗർ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ബർഗർ എന്ന് ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബർഗറിന്റെ തന്നെ കിടിലൻ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതെല്ലാം സൂപ്പർ ടെംപ്ലേറ്റുകളാണ് ഈ വന്നിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യാൻ ജസ്റ്റ് അതിനകത്ത് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ, അതിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ്, ലോഗോയൊക്കെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് അന്നേരം തന്നെ എടുക്കാം. ഓക്കെ, ഈ വന്നിരിക്കുന്നതിൽ 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. എല്ലാം ഫ്രീ അല്ല, 50% ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് ഈ ഫോൺ നമ്പർ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫോൺ നമ്പറിന്റെ പുറത്തുനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോൺ നമ്പറൊക്കെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഇതിന്റെ ഒരു കോർണറിൽ പിടിച്ച് ഇങ്ങനെ വലുതാക്കിയാൽ മതി. ഓർഡർ നൗ എന്നുള്ളത് വലുതാക്കണമെങ്കിലും ഇതേപോലെ അതിൽ പിടിച്ച് വലുതാക്കുക, നീക്കി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് വെക്കാം. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് അഡ്രസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. ഗാലക്സി എന്നാണ് നമ്മുടെ കഫേയുടെ പേരെന്നിരിക്കട്ടെ. അപ്പൊ galaxy.com നമ്മുടെ വെബ്സൈറ്റ് ആണെന്നിരിക്കട്ടെ, കൊടുത്തു. അപ്പൊ നമ്മുടെ ഫോൺ നമ്പർ റീപ്ലേസ് ചെയ്തു, വെബ്സൈറ്റ് അഡ്രസ്സ് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്കൊരു ലോഗോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആയി കഴിഞ്ഞു. ഈ ലോഗോ ഇവിടെ ഒരു ഡമ്മി ലോഗോ ഇരിപ്പുണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യുന്നു. അവിടെ നമുക്കൊരു ലോഗോ എടുത്ത് വെക്കണമെങ്കിൽ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ നിന്ന്, നമ്മുടെ ഫോണിനാണെങ്കിൽ ഫോണിന്റെ ഗാലറി, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പിന്നെ ഫോൾഡറിൽ നിന്ന് നമുക്ക് ഇതേപോലെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ലോഗോയും ഞാൻ ഇതിൽ തന്നെ നിർമ്മിച്ചതാണ്, ഗാലക്സി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ലോഗോയും. ഓക്കെ, നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഈ ഡിസൈൻ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ആയിരക്കണക്കിന് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഓരോ ബിസിനസിന്റെയും. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഫോൺ നമ്പറും എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ച bing.com/createൽ നിർമ്മിച്ച ഇമേജും ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഫോൺ നമ്പർ വെക്കാൻ സാധിക്കും. അവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത് തന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സ് മാത്രമല്ല ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു ഇമേജ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനകത്ത് ഫോൺ നമ്പറും എല്ലാം ആഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ട്രൈ ചെയ്യാം, സൂപ്പർ ടൂളാണ് ഇത്. നമുക്ക് മൊബൈലിലും ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈലിലും ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്ലിക്കേഷൻ കൂടെ ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും അവൈലബിൾ ആണ്. ഐഫോണിലും ആൻഡ്രോയിഡിലും രണ്ടിലും ഈ ആപ്ലിക്കേഷൻ സൗജന്യമായിട്ട് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷന്റെ പേര് ക്യാൻവ CANVA എന്ന് നമ്മൾ കൊടുക്കുക. ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, യുവർ സ്റ്റോറീസ്, ലോഗോ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇങ്ങനെ പോകുന്നു. എഡിറ്റ് ചെയ്ത് അന്നേരം തന്നെ നമുക്ക് വാട്സാപ്പിൽ അയക്കാം, അല്ലെങ്കിൽ അന്നേരം തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിത് പലപ്പോഴും ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കണ്ടന്റ് എഴുതാൻ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് എഴുതാൻ വേണ്ടി നല്ല അടിപൊളി 2 ടൂളുകളുണ്ട്, ChatGPT അതേപോലെ തന്നെ ബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻവയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ലിമിറ്റഡ് ആണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പെയ്ഡ് വെർഷനിലേക്ക് പോയാൽ എല്ലാ ബാക്ക്ഗ്രൗണ്ട് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റും. ഫ്രീ വേർഷനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതെല്ലാം ഫ്രീ വേർഷൻ വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ കാണിക്കുന്ന കംപ്ലീറ്റ് ഫ്രീ വേർഷൻ ആണ്, പെയ്ഡ് വേർഷൻസ് അല്ല. ഓക്കെ, നമുക്ക് കണ്ടന്റ് എഴുതാൻ നമുക്ക് ChatGPT അല്ലെങ്കിൽ ബാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു ഇമേജ് മാത്രം നിർമ്മിച്ചാൽ പോരാ, പോസ്റ്റ് നിർമ്മിച്ചാൽ പോരാ, പോസ്റ്റിനകത്ത് നല്ല മനോഹരമായിട്ടുള്ള കണ്ടന്റ് എഴുതേണ്ടി വരും. കണ്ടന്റ് എഴുതാൻ നമുക്ക് ChatGPT ഉപയോഗിക്കാം. നമുക്കറിയാം ChatGPT എന്ന് പറയുന്നത് ഒരു വൻ വിപ്ലവമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് കടന്നു വന്നത്. ആ വിപ്ലവം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ ChatGPT ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ബാർഡ് അല്ലെങ്കിൽ ജെമിനി എന്ന് പറയുന്ന ടൂളിങ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ChatGPT ഇനിയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഞാൻ പറയാണ്, ഗൂഗിൾ എടുത്ത് ChatGPT എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിങ്ക് ലഭിക്കും. ChatGPTക്കകത്ത് നമ്മുടെ ജിമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡ്, നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതിന്റെ ഒരു പാസ്വേഡും കൊടുത്ത് അകത്തേക്ക് കയറാം. ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് എഴുതാം. അല്ലെങ്കിൽ ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ChatGPT എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് chat.openai എന്നാണ്. chat.openai
openai.com. ഓക്കെ, ഇതിലേക്ക് വന്ന് നമ്മുടെ കമാൻഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടന്റ് എഴുതി തരും. നമുക്കിതിനകത്ത് ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ പോസ്റ്റ് നിർമ്മിക്കണം എന്നിരിക്കട്ടെ. ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് നമുക്കുള്ളത്. ആ ഇന്റീരിയർ ഡിസൈൻ കമ്പനിക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കമാൻഡ് കൊടുക്കാൻ പോവാണ്. ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ഇന്റർഡെക്കർ ടാർഗറ്റിംഗ് റെസ്റ്റോറന്റ് ഓണേഴ്സ്. റെസ്റ്റോറന്റ് നടത്തുന്ന ആൾക്കാരെയാണ് എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. എന്റെ കമാൻഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ഫോർ മൈ ഇന്റീരിയർ ഡിസൈൻ കമ്പനി. കമ്പനിയുടെ പേര് ഇന്റർഡെക്കർ ടാർഗറ്റിംഗ് റെസ്റ്റോറന്റ് ഓണേഴ്സ്. സിമ്പിൾ. ഈ ഒരു കമാൻഡ് ഞാൻ ഇവിടെ കൊടുത്തു. കമാൻഡ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് പാഡിൽ വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുന്നത്. നേരിട്ട് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് നിർമ്മിച്ചു തരേണ്ടതാണ്. ഓക്കെ, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മലയാളത്തിലേക്ക് ആക്കുന്നത് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അറ്റൻഷൻ റെസ്റ്റോറന്റ് ഓണേഴ്സ്, ആർ യു ലുക്കിംഗ് ടു ഗിവ് യുവർ എസ്റ്റാബ്ലിഷ്മെന്റ് എ ന്യൂ ഫ്രഷ് ലുക്ക് എന്നെല്ലാം പറഞ്ഞ് കണ്ടന്റ് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങളെ സെലക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം കൊടുത്തിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാനുള്ള സ്ഥലം അവർ ഒഴിച്ചിട്ടിട്ടുണ്ട്. കൂടാതെ ഹാഷ്ടാഗുകൾ വരെ ഇത് കണ്ടെത്തി തന്നിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ സെർച്ചിലൊക്കെ വരികയും കൂടുതൽ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ഹാഷ്ടാഗുകൾ വേണം. ഓക്കെ, ഹാഷ് ഇന്റർഡെക്കർ, ഹാഷ് ഇന്റീരിയർ ഡിസൈൻ, ഹാഷ് റെസ്റ്റോറന്റ് റെനോവേഷൻ, ഇതെല്ലാം അത് തന്നെ ഉണ്ടാക്കി തന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന കണ്ടന്റ് നമ്മുടെ ബിസിനസ്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും വന്ന് ചോദിക്കത്തില്ല എന്തിനാണ് എന്റെ കണ്ടന്റ് എടുത്തോണ്ട് ഉപയോഗിച്ചത്. കാരണം ഇത് ജനറേറ്റ് ചെയ്ത് തന്ന കണ്ടന്റാണ്. ഇനി ഇത് നമുക്ക് മലയാളത്തിലേക്ക് വേണമെങ്കിലോ ഈ കമാൻഡിനകത്ത് ട്രാൻസ്ലേറ്റ് ടു മലയാളം താഴെ നമുക്ക് ട്രാൻസ്ലേറ്റ് മലയാളം കൊടുക്കാം. പക്ഷേ ചാറ്റ് ജിപിടിയുടെ മലയാളത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇത് മലയാളം എഴുതി തരാൻ ശ്രമിക്കും. പക്ഷെ അത് വിശ്വസിക്കരുത്. കാരണം മലയാളം ആ ഭാഷ അതിന് അത്രത്തോളം അറിയത്തില്ല. ചാറ്റ് ജിപിടിക്ക് അത്രത്തോളം അറിയത്തില്ല. അതിനകത്ത് നിരവധി തെറ്റുകളാണ്. അപ്പം മലയാളത്തിന് വേറൊരു ടൂളും ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് മലയാളത്തിലേക്ക് അത് എഴുതി തരുവാണ്. പക്ഷെ അതിനകത്ത് മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. അത് വേർഡ് ബൈ വേർഡ് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. മലയാളത്തിന് വേണ്ടി നമുക്ക് ബാർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഗൂഗിളിന്റെ ബാർഡ് എന്ന് പറയുന്ന ടൂള് വണ്ടർഫുൾ ടൂളാണ് ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത്. ഇത് മലയാളത്തിനും ഉപയോഗിക്കാം, ഇംഗ്ലീഷിനും ഉപയോഗിക്കാം. ബാർഡ് അല്ലെങ്കിൽ ജെമിനി. ജസ്റ്റ് ഗൂഗിൾ എടുത്ത് ബാർഡ് എന്ന് സെർച്ച് ചെയ്യുകയോ ജെമിനി എന്ന് സെർച്ച് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ബാർഡ് എന്ന് തന്നെ സെർച്ച് ചെയ്തു. ബാർഡിന്റെ ലിങ്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം ഇതിനുണ്ടായിരുന്ന പേര് ബാർഡ് എന്നായിരുന്നു. അതാണ് പിന്നീട് ജെമിനി എന്നാക്കി മാറ്റിയത്. bard.google.com എന്ന് അടിച്ചാലും gemini.google.com എന്ന് അടിച്ചു കഴിഞ്ഞാലും സെയിം ലിങ്കിലേക്കാണ് പോകുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കൊടുത്തതുപോലെ കമാൻഡ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇത് മലയാളം കണ്ടിട്ട് മലയാളമോ ഇംഗ്ലീഷോ ഏത് ഭാഷ ആണെങ്കിലും ഇത് എഴുതി. ഓക്കെ, നമുക്കിവിടെ ഒരു ടാഗ് ലൈൻ ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം ബിസിനസ്സിന് പരസ്യവാചകങ്ങൾ വേണം. ഓക്കെ, ക്രിയേറ്റ് 10 ടാഗ് ലൈൻസ് ഫോർ മൈ ഫുട്വെയർ ബിസിനസ് ഇൻ മലയാളം. അതാണ് എൻ്റെ കമാൻഡ്. ഒരു ചെരുപ്പിന്റെ ബ്രാൻഡാണ് എനിക്കുള്ളത്. അതിന് പറ്റിയ പരസ്യവാചകം എഴുതിത്തരാൻ ആവശ്യപ്പെടുകയാണ്. 10 എഴുതി തരാൻ പറയുന്നത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കമാൻഡ് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇവിടെ 10 എഴുതി തന്നിരിക്കുകയാണ്. ഓക്കെ, ചെരുപ്പിന് പറ്റിയ ഒരു പരസ്യവാചകം എഴുതി തന്നിരിക്കുന്നുണ്ട്. കാലടികൾക്കപ്പുറം സ്വപ്നങ്ങൾക്കൊപ്പം. ഓക്കെ, ചെരുപ്പിന് പറ്റിയൊരു സംഗതിയാണ് കാലടികൾക്കപ്പുറം. ചെരുപ്പിന് പറ്റിയ സംഗതിയാണല്ലോ. അടുത്ത ഓക്കെ, ഓരോ ചുവടും ഒരു കഥ. ഓരോ ചുവടും ഒരു കഥ എന്ന് പറയുന്നത് ചെരുപ്പിന് പറ്റിയൊരു പരസ്യവാചകമാണ്. നടക്കൂ ദൂരങ്ങളിലേക്ക് എന്ന് പറയുന്നത് ദൂരങ്ങളിലേക്ക് വേണമെങ്കിൽ ആക്കാം. അതിന് ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നതായിരിക്കാം. ഓക്കെ, നടക്കൂ ദൂരങ്ങളിലേക്ക് എന്നായിരിക്കും അത് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓരോ ചുവടിനും ആത്മവിശ്വാസം. കാലത്തിനൊപ്പം കാലുകളോടൊപ്പം. ഓക്കെ, നല്ലൊരു പരസ്യവാചകമാണ് ഇത്. എത്ര മനോഹരമായിട്ട് അത് എഴുതി തന്നിരിക്കും. നോക്കിയേ, കാലത്തിനൊപ്പം കാലുകളോടൊപ്പം നമ്മുടെ ബ്രാൻഡ് നെയിം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പരസ്യവാചകം. യഥാർത്ഥം ഇതേപോലുള്ള പരസ്യവാചകങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ളത്? നേരത്തെ നല്ല പൈസ കൊടുത്ത് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള പരസ്യ ഏജൻസികളെ കൊണ്ട് ക്രിയേറ്റിവിറ്റിയാണ്. മൈജി വേറൊരു റേഞ്ചാണ്. എത്ര ലക്ഷം രൂപ കൊടുത്താണ് അങ്ങനെ ഒരു പരസ്യവാചകം ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ മിൽമ പാലിന്റെ പരസ്യം നമുക്കറിയാം. അതിന്റെ പരസ്യവാചകം കൊണ്ട് കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇതാണ് ആക്ച്വലി ആ പരസ്യവാചകം. ഇതൊക്കെ നല്ല പൈസ മേടിച്ചിട്ടായിരിക്കും പല അഡ്വർടൈസിങ് കമ്പനികൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ആക്ച്വലി ആർക്ക് വേണമെങ്കിലും കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
10 more എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. 10 കൂടെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ വീണ്ടും 10 അത് ഉണ്ടാക്കി തരും. 10 20 നമുക്ക് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാക്കി തരും. ഓക്കെ, 10 more കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാക്കി തരും. എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ടൂൾസ് നമ്മുടെ ബിസിനസിന് അടുത്ത ലെവലിലേക്ക് എത്തിക്കും. നമുക്കിത് ജോലിയിൽ യൂസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, അത് വീണ്ടും ഒരു 10 എഴുതി തന്നിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പോകണോ അതോ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്ത് പോകണമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക, അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ 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 നമുക്ക് ഇനി ഇത് ക്രിയേറ്റ് ചെയ്താലും നമുക്കിത് പ്രൊമോട്ട് ചെയ്തെങ്കിലല്ലേ ബിസിനസ് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു ബിസിനസ്സൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചാൽ നമുക്ക് കൂടുതൽ എൻക്വയറീസ് കിട്ടും, കൂടുതൽ ബിസിനസ് കിട്ടും എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നമ്മൾ മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയും എല്ലാ ദിവസവും എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുകയും ബിസിനസ് അടുത്ത ലെവലിലേക്ക് കുതിച്ച് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ട്രെയിനിങ് സെന്റർ 2016 മുതൽ 2024 വരെ അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഞാൻ ഇവിടെ കാണിക്കുന്ന ടെക്നിക്സ് പ്രകാരമാണ്. ഇത് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന സംഗതിയുമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഈ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ട് റെക്കോർഡിംഗ് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുകയും ഇതിന്റെ നോട്ട്സ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്താണ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്? നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളായിക്കോട്ടെ, ഇതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യിപ്പിച്ച് കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്ന മെത്തേഡാണ് ഫേസ്ബുക്കിന്റെ ബൂസ്റ്റ് പോസ്റ്റ്, ഫേസ്ബുക്ക് സ്പോൺസേഡ് ആഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ സ്പോൺസേഡ് എന്ന് പറയുന്ന പരസ്യങ്ങൾ കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ചില പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്ന പേജിലേക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്ന് പറയും. ട്രാഫിക് ആഡ്. ഇനി ഇത് വെറുതെ ആരെങ്കിലും കാണിക്കുകയല്ല ചെയ്തത്, ആൾക്കാരെ ടാർഗറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഏത് ലൊക്കേഷനിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കാണിക്കണം എന്ന് ടാർഗറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഇവൻ നമ്മുടെ ഈ ക്ലാസിന്റെ പരസ്യം തന്നെ നിങ്ങൾ പല ലൊക്കേഷനുകളിൽ ഇരുന്ന് കണ്ടു കാണും. അത് ഇവിടെ സെറ്റ് ചെയ്തിരുന്ന അഡ്വർടൈസ്മെന്റ് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്തായിരിക്കും നിങ്ങൾ ഡേറ്റ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ടായിരിക്കും നമ്മുടെ എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്യുകയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരികയൊക്കെ ചെയ്തത്. അതെല്ലാം ചെയ്തത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഫേസ്ബുക്ക് ആഡിലൂടെയാണ്. നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന സ്പോൺസേഡ് പരസ്യങ്ങൾ, അതാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ട്രാഫിക് ആഡ് ഉണ്ട്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ് ട്രാഫിക് ആഡ്. ഇനി ചിലത് ലീഡ് ജനറേഷൻ ആഡ് ഉണ്ട്. ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. കസ്റ്റമർ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ചില ആഡ്സ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ആഡ് ആയിരിക്കും. വാട്സാപ്പ് ആഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഉടനെ നേരെ പോയിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് ചാറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയുള്ള പല പരസ്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. പേജസ്. ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാം. ഇപ്പൊ നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു കഫേ ആണെങ്കിൽ കഫേയുടെ പേര് ഇവിടെ കൊടുക്കുക. ഗാലക്സി കഫേ കൊടുക്കുന്നു. അതിന് ഒരു ലോഗോയും ഒരു കവർ പിക്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ക്യാൻവയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഗാലക്സി കഫേ എന്ന് പറയുന്ന കഫേക്ക് ഒരു ലോഗോയും ഒരു കവർ പിക്ചറും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് റെഡി ആയി കഴിഞ്ഞു. ഈ പേജിനകത്ത് നമ്മൾ ഇനി പോസ്റ്റുകൾ ഇട്ടിട്ട് അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കാൻ. ഞാൻ നമ്മുടെ ചില പേജുകൾ വെച്ചിട്ട് ഞാനത് കാണിക്കാം. എങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, കൂടുതൽ ബിസിനസ് അതിൽ നിന്ന് കൊണ്ടുവരുന്നത്, എൻക്വയറീസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ളത് ഇവിടെ കാണിക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഈ ഒരു പേജിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഇതേപോലെ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിന്റെ പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. മാർച്ച് 7 വ്യാഴാഴ്ച. ഓക്കെ, മറ്റു പോസ്റ്റുകളും ഉണ്ട്. ഈ പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടും. ഈ ബൂസ്റ്റ് പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ബൂസ്റ്റ് പോസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിലിട്ടെങ്കിൽ ബൂസ്റ്റ് പോസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്?
ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് ഏരിയയിലുള്ള ഏത് ഏജ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള ആൾക്കാരെ ആ പരസ്യം കാണിക്കണമെന്ന് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ചെറിയ പേയ്മെന്റ് അടയ്ക്കേണ്ട ഒരു പരസ്യമാണ്, ഇത് ഫ്രീ അല്ല. കാരണം ഇത് പ്രൊമോട്ട് ചെയ്യാണ്, പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ടാർഗറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഓഡിയൻസിനെ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിക്കാം. നമുക്കത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, മെൻ ഓർ വിമൻ. പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ മെൻ ഒള്ളി കൊടുത്താൽ മതി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ ആണെങ്കിൽ വിമൻ ഒള്ളി കൊടുക്കാം. രണ്ട് കൂട്ടർക്കും വേണ്ടതാണെങ്കിൽ ഓൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ജെൻഡർ വെച്ച് ടാർഗറ്റ് ചെയ്യാം. ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം, ഏത് സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ കാണിക്കണം. അപ്പൊ നമുക്ക് തൃശ്ശൂരുള്ള ആൾക്കാരെ കാണിക്കണമെങ്കിൽ ഇവിടെ തൃശ്ശൂർ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യും. അതിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കേരളം ഫുള്ള് വേണമെങ്കിൽ കേരളം ഫുള്ള് കൊടുക്കാം. ദുബായ് പരസ്യം കാണിക്കണമെങ്കിൽ ദുബായ് പരസ്യം കാണിക്കാം. അപ്പൊ ലൊക്കേഷൻ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഏത് തരത്തിലുള്ള ആൾക്കാരെ കാണിക്കണം, എന്ത് ബിസിനസ് ചെയ്യുന്നവരെ കാണിക്കണം, അതെല്ലാം നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ബിസിനസ് ഓണർ എന്ന് കൊടുക്കാം. ആർക്കിടെക്ട്സിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആർക്കിടെക്ട്സിന് കൊടുക്കാം. നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് ആണ് നടത്തുന്നതെങ്കിൽ ഇവിടെ ഫുഡ് എന്ന് കൊടുക്കാം. ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്നാണ് പറയുന്നത്. ഫുഡ് എന്ന് കൊടുക്കാം, ഫുഡിൽ താല്പര്യമുള്ള ആൾക്കാർ. ഇൻഷുറൻസ് പോളിസിയാണ് സെല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കുക. ഇൻഷുറൻസ് പോളിസികളിൽ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ഇൻഷുറൻസ് താല്പര്യം ഉണ്ടെന്നൊക്കെ എങ്ങനെയാണ് ഫേസ്ബുക്ക് മനസ്സിലാക്കുന്നത്? കാരണം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളോട് അവർ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അവർ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ പേജ് ലൈക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിർത്തി നോക്കുകയോ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ജസ്റ്റ് നോക്കിയാലും മതി. ക്ലിക്ക് ചെയ്യണമെന്നോ ഒന്നുമില്ല, നോക്കിയാലും അവർ മനസ്സിലാക്കും. അതൊന്ന് പോസ്റ്റ് നിർത്തിയോ നോക്കിയാൽ മനസ്സിലാക്കി ഇവർക്ക് അതിൽ താല്പര്യമുണ്ട്. അതാണ്, അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഇതിനാണ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇതേപോലെ ടാർഗറ്റ് ചെയ്തു ഈ ഓഡിയൻസിന് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരസ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഒന്നും സെറ്റ് ചെയ്യണ്ട. ഇനി ഇതിന് എന്ത് പൈസ ചിലവ് വരും? മിനിമം ചാർജ് 90 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു. 90 രൂപ എന്ന് പറയുന്നത് നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കാണിക്കും. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് പരസ്യം ചെയ്യാം. എത്ര ദിവസം ഓടിക്കണമെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇതിന്റെ പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അങ്ങനെ പല ഓപ്ഷൻസ് വഴി പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ആഡ് ആക്റ്റീവ് ആകുമ്പോൾ ഇത് റൺ ചെയ്യാൻ തുടങ്ങും. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പരസ്യം, നമ്മൾ ഏതാണോ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത്, ആ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത പരസ്യം ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിരുന്ന പരസ്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു പരസ്യമാണ്. അത് ഞാൻ അവിടെ സെറ്റ് ചെയ്തിരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കേരളത്തിലുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ കൊടുത്തു, ഗൾഫ് കൺട്രീസിൽ പലരെയും ടാർഗറ്റ് ചെയ്യാൻ കൊടുത്തു, എല്ലാം മലയാളികളെ ടാർഗറ്റ് ചെയ്യാൻ കൊടുത്തു. കാരണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലാണ്. അപ്പൊ അത് പ്രകാരമാണ് അത് നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടാർഗറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലത്തെ കസ്റ്റമേഴ്സിലേക്കായിരിക്കും എത്തുന്നത്. അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് കിട്ടുകയും അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സംവിധാനമുണ്ട്. പോസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ചെയ്യാവുന്നതാണ്. നല്ലൊരു മെത്തേഡാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ തന്നെയുള്ള ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആഡ്സ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് ബിസിനസ് ഉള്ളവർക്ക്, ബിസിനസ് ഇല്ലാത്തവർക്കാണ് ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ ഇവിടെ സീമോറിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആഡ്സ് മാനേജർ, ഇതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശാലമായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില പാനലിലേക്ക് നമ്മളെ ഫേസ്ബുക്ക് കൊണ്ടുപോകും. അവിടെ പല തരത്തിലുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഓരോ ആഡിനകത്തും കിട്ടിയിരിക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ആഡിനകത്ത് 87 പേരുടെ ഡേറ്റ കിട്ടിയിരിക്കുന്നു, 581, 299, 2000 പേരുടെ ഡേറ്റ കിട്ടിയിരിക്കുന്നു ഈ ഒരു ആഡിനകത്ത്, 24, 26. ഇങ്ങനെ നമുക്ക് ഓരോ ദിവസം എത്ര ഡേറ്റ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ഓരോരുത്തർ അവരുടെ സമ്മതത്തോടുകൂടി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയാണ്, അല്ലാതെ ഫേസ്ബുക്ക് എവിടെയെങ്കിലും എടുത്തിരുന്ന ഡേറ്റയല്ല. ഇതേപോലത്തെ 10 ആഡ് അക്കൗണ്ടുകൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടുകളാണ്. ഈ ആഡ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് പോലെ തന്നെയാണ് ആഡ് മാനേജറിലും ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷനും ഏജ് ഗ്രൂപ്പും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ സ്കില്ല് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ സാധിക്കും. ഒരു ലീഡ് കിട്ടാൻ 5 രൂപ, 3 രൂപ, 2 രൂപ ആ ലെവലിൽ വരെ നമുക്ക് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്താണ്, ഇനി ചില ക്വസ്റ്റ്യൻ ആൻസർ, അതേപോലെ തന്നെ നമ്മുടെ ഒരു പെയ്ഡ് ക്ലാസ്സിനെ പറ്റി കൂടി ഇതിൻ്റെ ഇടയിൽ അവതരിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ടോപ്പിക്കാണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. ജസ്റ്റ് കമാൻഡ് കൊടുത്തിട്ട് കമാൻഡിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. AI അവതാർ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ. ഓക്കെ, ഇതൊരു AI അവതാറാണ്. ഇതേപോലെ നമുക്ക് സംസാരിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോ കൊണ്ട് സംസാരിക്കും. ഓക്കെ, ഇതെന്റെ ഒരു ഫോട്ടോയാണ്. ഫോട്ടോ സംസാരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഈ എടുത്തിരിക്കുന്ന ഫോട്ടോ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂളിലേക്ക് കയറ്റി അതിനെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നതാണ് ഈ കാണാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് കണ്ണുകൾ ചലിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. ആ ടൂളുകളിലേക്കൊക്കെ ഞങ്ങൾ വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന പെയ്ഡ് കോഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി കൂടുതലായിട്ട് അത് പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ഈ കോഴ്സിനെ പറ്റി ഞാൻ ഒന്ന് അവതരിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്, ചാറ്റ് വിൻഡോയിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൂളുകളെല്ലാം നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഓൺലൈൻ മണി മേക്കിങ്ങിന്റെ ടൂളുകളൊക്കെ നമ്മൾ ഇന്ന് തന്നെ കാണുന്നുണ്ട്. എങ്ങനെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാം AI ഉപയോഗിച്ചുകൊണ്ട്, അതെല്ലാം നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. 2 മാസമാണ് അതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. എങ്കിലും ഈ ക്ലാസ്സിന് 1 വർഷം വരെ റെക്കോർഡിങ്സിൽ അവൈലബിൾ ആണ്. 1 വർഷത്തേക്ക് ഇതിന്റെ സപ്പോർട്ടിങ് അവൈലബിൾ ആണ്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് 6 സപ്പോർട്ട് ടീമും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവരുമായിട്ട് സംശയങ്ങൾ ചോദിക്കാം, വാട്സാപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫോണിൽ വിളിക്കാം, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെപ്പറേറ്റ് ഗ്രൂപ്പുകളുണ്ട് പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം 1 വർഷത്തേക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള AI ടൂളുകളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയും അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്ക് ആഡുകൾ, ഫേസ്ബുക്കിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന പല ടൂളുകളും നമ്മൾ ഈ കോഴ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആമസോണിലൂടെ ബുക്കുകൾ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത്, അത് ഈ ബുക്കുകൾ പ്രിന്റ് ചെയ്ത ബുക്കുകളല്ല, PDF ബുക്കുകൾ ഉണ്ടാക്കുന്നത്, അത് ആമസോണിലൂടെ സെല്ല് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് വഴി വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. AI ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെ, യൂട്യൂബ് വീഡിയോസ് കമാൻഡ് കൊടുത്ത് നിർമ്മിക്കുന്നത്, വീഡിയോ ക്രിയേഷൻ യൂസിങ് AI, ഫൈൻഡ് ജോബ് യൂസിങ് AI, ജോബ് കണ്ടെത്തുന്നത്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് മിക്സോ അല്ല, മിക്സോ കൂടാതെ വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നതെല്ലാം നമ്മൾ ഈ കോഴ്സിൽ കാണുന്നുണ്ട്. മേക്ക് മണി ആസ് അഫിലിയേറ്റ്, സ്റ്റാർട്ട് AI ബേസ്ഡ് ബിസിനസ്. ഇത് കൂടാതെ 25ഓളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ChatGPT, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതായത് പ്രോംപ്റ്റുകൾ, കമാൻഡുകൾ കൊടുക്കാൻ നമ്മൾ പഠിക്കുന്നതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എങ്ങനെയാണ് കമാൻഡ് കൊടുക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് ഏത് ടൂളും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ടൂളുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഡാലി, DID, മിഡ് ജേണി, ഗാമ, പിക്ടോറി, copy.ai, ഹെയ്ജൻ, 11 ലാബ്സ്, ക്രിയാഡോ, ആഡ് ക്രിയേറ്റീവ്, ജാസ്പർ, ഇങ്ങനെ നിരവധി ടൂളുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. 16ഓളം മോഡ്യൂൾസ് ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്, ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്, ഡെയിലി ലൈഫിലുള്ളത്, ഓൺലൈൻ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂൾസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ കോഴ്സ് കൂടാതെ നിങ്ങൾക്ക് നിരവധി ബോണസുകളും ഇതിനകത്ത് ലഭിക്കും. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവതരിപ്പിക്കാം. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് വരുന്നത്. സൂമിലൂടെയാണ് ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുക്കുന്നത് 7:30 to 9:30. അങ്ങനെ 8 ലൈവ് ക്ലാസ്സുകൾ മൺഡേസിൽ വരുന്നുണ്ട്. ഫ്രൈഡേയിൽ എൻ്റെ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അത് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് കൂടാതെ എല്ലാ മാസങ്ങളിലും മെഗാ മീറ്റപ്സ് ഉണ്ട്. മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് 2016 മുതൽ 2024 വരെ പല കോഴ്സുകളിലായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നിരവധി പേരുണ്ട്. അതിൽ നിന്ന് ഒരു 500-600ഓളം പേര് വരുന്നതാണ് ഈ ഒരു മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത്.
ഈ മെഗാ മീറ്റപ്പിനാന്ന് പറഞ്ഞാൽ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ജോലി കൊടുക്കാൻ സാധിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ മെഗാ മീറ്റപ്പ് ലൂടെയാണ് സാധിക്കുന്നത്. പ്ലേസ്മെന്റ് സപ്പോർട്ട് മെഗാ മീറ്റപ്പിൽ ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ ഇതിനകത്ത് 2 മാസം കഴിയുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ മറ്റ് പല ബോണസുകളും ലഭിക്കുന്നുണ്ട്. ക്യാംഡേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽ, അതായത് പെയ്ഡ് ടെംപ്ലേറ്റ്സ് ലഭിക്കും ക്യാൻവയുടെ, 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, മെയിൻ കോഴ്സ് കൂടാതെ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മെയിൻ കോഴ്സ് കൂടാതെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്, ഇ കൊമേഴ്സ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഈ കൂട്ടത്തിൽ തന്നെ ലഭിക്കും. വീഡിയോ ക്രിയേഷൻ ആൻഡ് യൂട്യൂബ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ChatGPT പ്രോംസ്, ChatGPTയുടെ 1000ഓളം പ്രോംപ്റ്റുകൾ അടങ്ങുന്ന ലിസ്റ്റ് ഇതിന്റെ കൂടെ ലഭിക്കും. ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം അടങ്ങുന്ന ഈ കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് 14,500 മാത്രമാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് 1 ഇയർ കോഴ്സാണ്. അതിൽ ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും 6,500 രൂപ എന്ന ഓഫർ ഫീസിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെട്ടത്. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അഡ്മിനെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അതിൽ ജോയിൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കാം. മാത്രമല്ല ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ബാച്ചുകളുടെ ക്ലാസ്സുകൾ, കഴിഞ്ഞ 1 വർഷത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ഓക്കെ, ഞാൻ ആ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ കാണിക്കാം. ലേണിംഗ് പ്ലാറ്റ്ഫോം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ലഭിക്കുകയും ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് ആ റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. ലൈവ് ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലൈവിൽ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മെയിൻ കോഴ്സ് ഞാൻ ഇവിടെ കാണിക്കാം. 1 ഇയർ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മെയിൻ കോഴ്സ്. ഇതിലാണ് ഓരോ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യുന്നത്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് വരികയാണെങ്കിൽ ഓക്കെ 2023 മെയ് മാസം മുതലുള്ള ക്ലാസ്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും, ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബാച്ചിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഇതൊക്കെ 4th മാർച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത 1 വർഷത്തേക്ക് ഇതിനകത്ത് വീഡിയോസ് ലഭിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഇതിന് മുമ്പുള്ള ബാച്ചുകളുടെ റെക്കോർഡിങ്സ് ലഭിക്കും, ലൈവ് ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിൽ വന്ന് ഇന്ററാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നത്. നിങ്ങൾ ഇരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇതേപോലെ മെസ്സേജ് ഇടുന്നുണ്ട്. ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ മറുപടിയായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അതിൽ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്കുള്ള ആക്സസും, പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ലഭിക്കും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസിന്റെ ലിങ്ക്, അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളെല്ലാം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പഠിത്തം ആരംഭിക്കാൻ സാധിക്കും. ഇതിനകത്ത് തന്നെ ലഭിക്കും, നമ്പറുകളും കാര്യങ്ങളും എല്ലാം ലഭിക്കും. അവരെ കോൺടാക്ട് ചെയ്ത് പഠിത്തം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ 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 നമുക്ക് ചില ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ടൈമർ കൂടെ ഓണാക്കുകയാണ്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഒരു വെബിനാർ സ്പെഷ്യൽ ഓഫറാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയുള്ളത്. ഞാൻ ഇവിടെ ഒരു 20 മിനിറ്റ്സ് ടൈമർ കൂടെ ഓണാക്കുകയാണ്. ഓക്കെ, ഈ ടൈമർ ഫിൽ ആകുന്നതിനാവും വെച്ച് അതുപോലെ തന്നെ പിന്നെ വിതിൻ 10 നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന പാർട്ടിസിപ്പൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. തോമസ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതൊരു ഓഫർ ഫീസാണ്. ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് 14,500 ആണ്. നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 14,500 ആണ്. ക്വസ്റ്റ്യൻ ഉള്ളവർ
ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. തോമസ് സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? തോമസ് സാർ, വിനീഷ് കുമാർ അൺമ്യൂട്ട് ചെയ്യാം. സാർ ചോദിച്ചോളൂ. ഹലോ സാർ. ചോദിച്ചോളൂ. സാർ അതിലെ ആദ്യത്തെ ഒരു ഗാമ ആപ്പ് അതെ. പറഞ്ഞില്ലേ സാറേ? അതെ, ഗാമ ഡോട്ട്. അതെ, ഗാമ ഡോട്ട് ആപ്പ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? കാണിക്കാം. ഒരു തീർച്ചയായിട്ടും. താങ്ക്സ് സാർ. സാർ, ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുക. ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് GAMMA.KPP. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഒക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പവർ പോയിന്റ് നിർമ്മിക്കണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട പവർ പോയിന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പവർ പോയിന്റ് ആണോ നിർമ്മിക്കേണ്ടത് എന്നാണ് ഇവിടെ കമാൻഡ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പവർ പോയിന്റ് വേണം. ക്രിയേറ്റ് PPT അബൌട്ട് സൈക്കോളജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വെച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരും. എന്നിട്ട് ജനറേറ്റ് കൊടുക്കുമ്പോൾ അത് നിർമ്മിച്ചു തരും. അതിനുള്ള ഇമേജും കാര്യങ്ങളും ഒക്കെ അത് തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി, മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഇങ്ങനെ നിർമ്മിച്ചു തന്നിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. നമുക്കറിയാലോ പവർ പോയിന്റിന് ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ടല്ലോ. സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വയം നിർമ്മിച്ചു തരും. സിമ്പിൾ. പിന്നെ ഈ നിർമ്മിച്ച് കിട്ടുന്നതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫസ്റ്റ് പവർ പോയിന്റ് ആയി കഴിഞ്ഞു. ഇതേപോലെ സെക്കൻഡ്, ഇതിനെല്ലാം ഇമേജ് ഓട്ടോമാറ്റിക്കലി അത് തരും എന്നുള്ളതാണ്. ഓക്കെ സാർ, ട്രൈ ചെയ്യാം. ഓക്കെ, വിനീഷ് കുമാർ സാർ അൺമ്യൂട്ട് ചെയ്യാം. തോമസ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? തോമസ് സാർ ആണോ ചോദിച്ചത് നേരത്തെ? ചോദിച്ചോളൂ. വിനീഷ്. ഓക്കെ സാർ, താങ്ക് യു സാർ. Thank you. ഞാൻ സാർ. അതെ, ഓക്കെ സാർ. താങ്ക് യു. തോമസ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, പലരും പേയ്മെന്റ് അടച്ചായിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. പേയ്മെന്റ് അടച്ചവർ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ കൂടെ അയച്ചു കൊടുക്കുക. ഓക്കെ, പലരുടെയും മെസ്സേജ് എനിക്ക് ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ആ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഇരിക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള എക്സിക്യൂട്ടീവ്സിന് നിങ്ങൾ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. സിദ്ദിഖ് സാർ അഡ്മിറ്റ് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സർ, സിദ്ദിഖാണ്. എനിക്കൊരു പറഞ്ഞോ. ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റർ കാര്യങ്ങൾ, അതുപോലെ മറ്റേ വേറൊരു പറഞ്ഞല്ലോ ഗാമ. അതെ, ഗാമയിൽ നമുക്ക് പവർ പോയിന്റ് നിർമ്മിക്കാം. മറ്റേ bing.com/createൽ ഇമേജ് നിർമ്മിക്കാം. അതെ, ഓക്കെ. ഇമേജ്, ആ ഇമേജ് നമ്മൾ ഫ്രീ വേർഷനിൽ നിർമ്മിക്കുന്ന ഇമേജുകൾ ക്യാൻവയിലായാലും ബിങ്ങിലായാലും ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഫേസ്ബുക്കിൽ ആഡിൽ കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ പെയ്ഡ് വേർഷൻ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് 50% ടെംപ്ലേറ്റ്സ് ആണ് ഫ്രീ ആയിട്ടുള്ളത്. അതിനകത്ത് എല്ലാം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെയ്ഡ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ 100% എഡിറ്റ് ചെയ്യാം. അതാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിലോ എവിടെ വേണേലും ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. അതെ, ഓക്കെ, താങ്ക് യു. ഈ പേന്നൊരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, നിങ്ങൾ ഇരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയക്കുക. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഉള്ള ആ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നിങ്ങൾ ഇവിടേക്ക് വന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് അയച്ചു തന്ന എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് അയച്ചിരും. അതുവഴി പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. പ്രവീൺ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സാർ, ഈ ക്യാൻവയിലൊക്കെ ജോയിൻ ചെയ്യാതെ എടുത്തിട്ടുണ്ടെങ്കിൽ 1, 3 അങ്ങനെ എന്തോ ഒരു നമ്പർ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ടോ? ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലോ അങ്ങനെ പോസ്റ്റ് ChatGPT അങ്ങനെ എന്തെങ്കിലും ഇത്ര മാത്രം, എത്ര അക്കൗണ്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, അതിനകത്തുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ChatGPT കേസിലാണെങ്കിൽ അതിന്റെ പെയ്ഡ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ് ChatGPT കേസിൽ, അല്ലെന്നുണ്ടെങ്കിൽ ബിങ്ങിന്റെ കേസിൽ. അതേസമയം ഈ ഫ്രീ വേർഷനാന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ആസ് ഓഫ് നൗ അവരെന്തായാലും പെയ്ഡിൽ പൈസ ഈടാക്കിയിട്ടില്ല. ക്യാൻവയുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ക്യാൻവയിൽ കുറേയധികം ടെംപ്ലേറ്റ്സ് കാണിച്ചല്ലോ. ഈ ടെംപ്ലേറ്റ്സിനകത്ത് 50% ടെംപ്ലേറ്റ്സ് ആണ് ഫ്രീ ആയിട്ടുള്ളത്, 100% ഫ്രീ അല്ല. കാരണം അതെങ്ങനെയാണ് ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്ന് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ബർഗറിന്റെ ഒരു പോസ്റ്റ് തന്നെ കാണിക്കാം. പെയ്ഡ് ടെംപ്ലേറ്റ് ആണോ ഫ്രീ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് ബർഗർ ടെംപ്ലേറ്റ്സ് എന്ന് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതിന്റെ അടുത്തൊരു ക്രൗണിന്റെ പടം ഉണ്ടായിരിക്കും. ഇതേപോലെ ഒരു ക്രൗണിന്റെ പടമുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രോ വെർഷൻ എടുക്കലാണ് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഫ്രീ ആണ്, ഇതൊക്കെ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഇത് അവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ കമ്പനി തരുന്നുണ്ട്. ഓൾ ഫിൽറ്റേഴ്സ് എടുത്തിട്ട് ഇടതുവശത്ത് താഴെ വന്നിട്ട് ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട്, ഇവിടെ ഞാൻ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഡ് ചെയ്യുന്നതെല്ലാം ഫ്രീ ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇപ്പൊ ലോഡ് ചെയ്യുന്നത് ഇതെല്ലാം ഫ്രീ ടെംപ്ലേറ്റ്സ്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാം, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പെയ്ഡ് വേർഷനിലേക്ക് പോകണമെങ്കിൽ ഒരു മാസം 500 രൂപയാണ് പെയ്ഡ് വേർഷന് വരുന്ന ചിലവെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അതില് ഇമെയിൽ ഐ ഡി മാത്രം മതിയോ സാർ ജോയിൻ ചെയ്യാൻ? ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. അത് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഫ്രീ ഇല്ല, ഇതിനകത്ത് കോപ്പിറൈറ്റിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പെയ്ഡ് വേർഷനിലേക്ക് പോയാൽ എല്ലാം എഡിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഫ്രീ വേർഷനകത്ത് അതിനകത്ത് അവർ തരുന്ന 50% ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആപ്പ് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ആപ്പ് നിർമ്മിക്കുന്ന ഫുള്ളി ഫ്രീ ആണ് അല്ലേ? അല്ല, ഈ ആപ്പ് വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനകത്തും പെയ്ഡ് വേർഷനിലേക്ക് പോയാലാണ് www. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് .com എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ mixo.com/ എന്ന് പറയുന്ന ലിങ്ക് ആയിരിക്കും. ഓക്കെ ഓക്കെ സാർ. സാർ കുറച്ചു നേരം വീഡിയോ ക്ലിപ്പ് അൺഅവൈലബിൾ ആയിട്ടുണ്ട്. അന്നപ്പോ എന്താ എടുത്തെന്ന് ചെറിയ നിമിഷം നേരത്തെ അറിയില്ല. പക്ഷെ വീഡിയോന്റെ അന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് വീഡിയോ. അതെ, അത് വരുന്നുണ്ട്. അതിന്റെ ടോപ്പിക് എടുത്തിട്ടില്ല. അത് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഇല്ല, അത് സസ്പെൻസ് നിർത്തിയിരിക്കുക. അതിപ്പം തുടങ്ങും. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ആണോ? അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബേസിക്കിൽ നിന്ന് അഡ്വാൻസ്ഡിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ 2016 ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിന്റെ കാരണം ഈ ടീച്ചിങ്ങിനോടും ട്രെയിനിങ്ങിനോടും ഉള്ള എൻ്റെ ഒരു പാഷൻ കൊണ്ടാണ്. അപ്പോൾ ഈ ജോബ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി വിപ്രോയിലുള്ള സോഫ്റ്റ്വെയർ ജോലി ഉപേക്ഷിച്ചിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് വന്നത്. ആ ട്രെയിനിങ് മേഖലയിൽ വന്ന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് നടന്നത്. അപ്പം എനിക്കറിയാം ആക്ച്വലി ഇത് നമ്മുടെ പാർട്ടിസിപ്പൻസിലേക്ക് ഇത് കൺവേ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആണ് എൻ്റെ മെയിൻ ജോബ് അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ പലപ്പോഴും പലതും ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഈ ഒരു സംവിധാനത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ബേസിക് ക്വസ്റ്റ്യൻസ് ഉള്ളെങ്കിൽ പോലും നമ്മുടെ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞതാണ്, അപ്പം അദ്ദേഹം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രോഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും നിനക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. കാരണം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പം സമയം എടുക്കും, അത്രമാത്രം. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ചോദിക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും, അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ് അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞു എന്നുള്ളത്. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. ഓക്കെ, അതിന് ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അതേസമയം 6,500 അവൈലബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ആ ഓഫർ അവൈലബിൾ ആണെങ്കിൽ ആ ഓഫറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 6,500 കഴിഞ്ഞ ഗ്രൂപ്പുകളിൽ 7,500 പിന്നെ 1 or 2 weeks കഴിഞ്ഞ് 7,000 ഇങ്ങനെ 2 ഇൻസ്റ്റാൾമെന്റിന് അവസരമുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ വെബ്സൈറ്റിനകത്ത് 14,500 ആണ്. നമ്മുടെ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ വരികയാണെങ്കിൽ 14,500 എന്ന് പറയുന്ന ലിങ്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഓഫർ പ്രൈസ് വെബിനാർ സ്പെഷ്യൽ ഓഫറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്.
ഓക്കെ, മുഹമ്മദ് ഷഫാൻ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഹലോ സാർ. ഈ ചോദിച്ചോളൂ. AI യൂസ് ചെയ്ത് നമ്മൾ ഈ ഡിസൈൻസ് ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും ചെയ്യുമ്പോഴേ അതെ, ഇപ്പോ അത് ഗൂഗിൾ സൈഡ് റാങ്ക് ചെയ്യണം, ഹ്യൂമൻ കണ്ടന്റിനേക്കാൾ റാങ്ക് ചെയ്യണം എന്നുണ്ടോ? റാങ്ക് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഏറ്റവും ന്യൂ ആയിട്ടുള്ള ഇമേജുകളാണ്, പുതിയ ഇമേജുകളാണ്. ഇപ്പോഴും ഗൂഗിളിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ഇത് AI ജനറേറ്റഡ് ആണോ അല്ലെങ്കിൽ ഹ്യൂമൻ ജനറേറ്റഡ് ആണോ എന്ന് പൂർണ്ണമായിട്ടും അതിന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് വെച്ചിട്ട് അത് റാങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മൾ അത് വെബ്സൈറ്റുകളിൽ കൊടുക്കാൻ സാധിക്കും. SEO ചെയ്യുന്നിടത്ത് പ്രശ്നം വരാറില്ല. പിന്നെ കണ്ടന്റ്, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് കണ്ടന്റ് ഇല്ലേ, ഈ ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് അതിന് വീണ്ടും റിഫൈൻ ചെയ്യാനുള്ള ടൂളുണ്ട്. ഡ്യൂപ്ലി ചെക്കർ എന്നൊക്കെ പറയുന്ന ടൂളുണ്ട്. ഡ്യൂപ്ലി ചെക്കറിൽ വന്നിട്ട് ആ കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും ഇതേപോലെ എഴുതി കൊടുത്തിട്ടുണ്ടോ, എത്ര ശതമാനം അതുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചു തരും. അതിനെ നമുക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് duplychecker.com എന്നാണ് ഈ സൈറ്റിന്റെ പേര്. അതും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യൂണിക് ആയിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഞാൻ വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. സാബു ആർ സാർ അൺമ്യൂട്ട് ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഈ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ സൗണ്ട് ഉപയോഗിച്ച് ഒരു ചെറിയ വിവാദമായില്ല സാർ, അതെങ്ങനെയാണ് സാർ ഇതില്? അതെ, അത് ആക്ച്വലി ഡീപ് ഫേക്ക് AI എന്ന് പറയും. ഡീപ് ഫേക്ക് AI എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ശബ്ദം നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും. ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ശകലങ്ങൾ ഈ ഒരു ടൂളിനകത്തേക്ക്, പല ടൂളുകളുണ്ട്. listener.ai എന്ന് പറയുന്ന ടൂളുണ്ട്. അതേപോലെ തന്നെ പല ടൂളുകളും അവൈലബിൾ ആണ് ശബ്ദം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 11 ലാബ്സ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. 11 ലാബ്സ്. ഈ 11 labs.io എന്ന് പറയുന്ന ടൂളിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിനെ നമുക്ക് വോയിസ് ആക്കി മാറ്റാം. ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നു, അതിനെ നമുക്ക് വോയിസ് ആക്കി മാറ്റാം. അത് റോബോട്ടിക് വോയിസ് ആയിരിക്കും. അത് കൂടാതെ നമുക്ക് ഒരാളുടെ ശബ്ദം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഒരെണ്ണമല്ല, പല ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യണം. പല ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതേ ശബ്ദത്തിൽ ഞാൻ ഇനി തരുന്ന ഒരു വാചകം സംസാരിക്കണം. അങ്ങനെയാണ് ആക്ച്വലി SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ വോയിസ് ജനറേറ്റ് ചെയ്തത്. ഇതേപോലെ പല സിനിമാ നടന്മാരെയും ശബ്ദം ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ലീഗൽ ഇഷ്യൂ ഉള്ള ഒരു സംഭവമാണ് അങ്ങനെ ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പോസിബിൾ. 11 ലാബ്സ് എന്നാണ് ആ ടൂളിന്റെ പേര്. ഓക്കെ, അഖിൻ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ ഈ ChatGPT വഴിയോ അല്ലെങ്കിൽ ഈ ഗൂഗിളിന്റെ തന്നെ ജെമിനി എന്ന് പറയുന്നത് AI വഴിയോ നമ്മൾ ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വെച്ച് നമ്മളൊരു ബ്ലോഗ് ചെയ്യണമെങ്കിൽ, ബ്ലോഗ് എഴുതണമെങ്കിൽ എങ്ങനെ അത് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പോസിബിൾ ആണ്. അത് ഞാൻ ഓൺലൈൻ മണി മേക്കിംഗ്, അടുത്ത നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ക്രിയേഷനും ഓൺലൈൻ മണി മേക്കിംഗ് ആണ്. ഓൺലൈൻ മണി മേക്കിങ്ങിനകത്ത് ഞാൻ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം. കമാൻഡ് കൊടുത്തിട്ട് പിന്നെ ഇത് ജനറേറ്റ് ചെയ്യുന്നത്, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. ജസ്റ്റ് കമാൻഡ് കൊടുത്താൽ മതി. അത് മനോഹരമായിട്ടുള്ള ബ്ലോഗ് പോസ്റ്റ് ഇമേജ് അടക്കം എഴുതിത്തരും. ഈ എഴുതിത്തരുന്ന കണ്ടന്റിനെ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അത് വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ഈസി ആയിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഒരു ബ്ലോഗ് എഴുതാൻ വളരെ കഷ്ടപ്പെട്ട് 2-3 ദിവസം ഇരുന്ന് റിസർച്ച് ചെയ്ത് എഴുതണമായിരുന്നെങ്കിൽ ഇപ്പം 5 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബാഡിനകത്ത്. ഓക്കെ സാർ, ഞാൻ ഈ വേറൊന്നുകൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ChatGPT നമുക്ക് പെയ്ഡ് ആണോ? ഞാനിപ്പോ സൗദി അറേബ്യയിലാണോ? ഞാനിപ്പം ChatGPTയുടെ അല്ല, മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് ചാത്ത സാധനങ്ങളുണ്ട്. അത് ഏതാണ് ഒറിജിനൽ എന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഒറിജിനൽ എന്ന് പറയുന്നത് ChatGPT OpenAI എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ChatGPTയുടെ വേർഷനാണ്. ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ആസ്ക് AI ഇങ്ങനെയൊക്കെ വന്ന് ഇതെല്ലാം റോങ് സാധനങ്ങളാണ്. ഇതാണ് ഒറിജിനൽ സംഭവം എന്ന് പറയുന്നത്. ഇത് ഫ്രീ ആണ്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ OpenAI എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. OpenAI തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അതെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, പേയ്മെന്റ് അടച്ച ചിലരുടെ പേര് ഞാനിവിടെ വിളിക്കാം. എനിക്കിവിടെ ഗൂഗിൾ പേയിലുള്ള റിപ്പോർട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ അടച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. നമ്മുടെ പേയ്മെന്റ് ലിങ്ക് വഴിയൊക്കെ അടച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അവരത് ഇൻഫോം ചെയ്യുക, നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, മുഹമ്മദ്, സുമിത, സുചിത്ര, സൗമ്യ, അതേപോലെ തന്നെ സിഞ്ചു, ദിലീപ്, റൂബി ഒക്കെ പേയ്മെന്റ് അടച്ച എനിക്ക് ഗൂഗിൾ പേയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ അടച്ചതിന്റെ ഡീറ്റെയിൽസ് എനിക്കത് ചെക്ക് ചെയ്തെങ്കിലാണ് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, അതേപോലെ ഇപ്പൊ നമ്മുടെ ഈ ടൈമർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. ടൈമർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആർക്കെങ്കിലും പിന്നെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ചെയ്യുന്ന ഫ്രീ ആപ്പ് എന്താണ്, അതിലേക്ക് കടക്കുന്നുണ്ട്. സണ്ണി ചെറിയ സാർ അതിലേക്ക് കടക്കുന്നുണ്ട്. ഈ 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൂളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, ഷമീമ മജീദ് മേഡം അൺമ്യൂട്ട് ചെയ്യാം. ഹലോ സർ. ചോദിച്ചോളൂ സർ. എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ bing.com-ല് അല്ലെങ്കിൽ ക്യാൻവാസിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സാറ് ചെയ്ത പോലെ നമ്മളെ ഇമേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സാറിന്റെ ബാക്കിലുള്ള അങ്ങനെ ഒരു അതായത് നമ്മുടെ ഇമേജ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അല്ലേ? അത് സാധിക്കും. അത് ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ജേണി എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. മിഡ്ജേണി www.midjourney.com ഈ ടൂളിനകത്ത് നമുക്ക് നമ്മുടെ ഫേസ് വെച്ചിട്ടുള്ള ഇമേജ് നിർമ്മിച്ചു തരാൻ ആവശ്യപ്പെടാൻ പറ്റും. അത് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതേസമയം ബിങ്ങിനകത്ത് എന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുക്കുമ്പോൾ അത് തന്നെ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത് മിഡ്ജേണി എന്ന് പറയുന്ന ടൂളാണ്. മിഡ്ജേണിയിൽ ഞാൻ ഒരുപാട് ഇമേജുകൾ നിർമ്മിച്ചിട്ടുണ്ട് കമാൻഡ് കൊടുത്ത്. ഇതിനകത്ത് നമുക്ക് 2 ഇമേജുകൾ കമ്പൈൻ ചെയ്തൊരു ഇമേജ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേസ് ഉള്ള ഒരു ഇമേജ് കൊടുത്തിട്ട് ഇതേപോലത്തെ ഇമേജിനെ ഇതാക്കി തരാൻ പറയാനൊക്കെ സാധിക്കും. മിഡ്ജേണിയിൽ പറ്റും. ബിങ്ങിനകത്ത് കമാൻഡ് കൊടുത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു. ജയചന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ സാർ, നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറച്ച് സ്പീഡ് കൂടി സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂളുകൾ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഇത് ഈ ഡെമോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അതെ, വളരെ നല്ല എഫക്റ്റീവ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പലതും നമ്മൾക്ക് ഇത് ഫ്രീ ആണെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ChatGPT വളരെ 3.5 ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. 4 ആണ് സ്പീഡാണല്ലോ. ഉപയോഗിച്ച് നോക്കാറുണ്ട്. നമ്മള് പല പ്രസന്റേഷനൊക്കെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പെട്ടെന്ന്. പക്ഷെ മലയാളം അത്ര സാറിപ്പോ ഇവിടെ കാണിച്ച പോലെ അതുപോലെ റീസെന്റ് ആയ കാര്യങ്ങളൊന്നും അതിൽ കിട്ടുന്നില്ല. ChatGPT-യിൽ ഇപ്പൊ കഴിച്ച കാര്യങ്ങൾ അത്ര കിട്ടുന്നില്ല. പിന്നെ എനിക്ക് സംശയമുള്ളത് ഈ മൊബൈലിൽ നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് സാറിപ്പോ ഇവിടെ ഉപയോഗിച്ചതുപോലെ മൊബൈലിലും ഇതേപോലെ കൃത്യമായി ഉപയോഗിക്കും. ക്യാൻവയൊന്നും അത്ര സപ്പോർട്ടിങ് ആവുന്നില്ല മൊബൈലില്. മൊബൈൽ ആപ്പ് സാർ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നോ? മൊബൈൽ ആപ്പ് മൊബൈലുണ്ട്, ക്യാൻവയുണ്ട്. അതെ, അതിനകത്ത് ചെയ്യാറുണ്ട്. അതെ, അതിനകത്ത് നമ്മൾ ആ കൺട്രോൾസ് എല്ലാം ഒന്ന് പഠിക്കേണ്ടി. കാരണം കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ നമുക്കൊരു വഴക്കം കിട്ടത്തില്ല ക്യാൻവ മൊബൈലിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ഓക്കെ, പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ആണ്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ്, ഇതിനകത്ത് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ താഴെ എല്ലാം കൊടുത്തിരിക്കുന്ന സംഗതികളല്ലേ, ഈ പ്രോജക്ട്സ്, ടെംപ്ലേറ്റ്സ്, ഇതെല്ലാം എടുക്കുന്ന എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പ്യൂട്ടർ ചെയ്യുന്നതിന് അത്രയും വിശാലമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഞാൻ ഇരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത് പോലെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ പുതിയൊരു ഇമേജ് നമുക്ക് ഗാലറിയിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഗാലറിയിൽ നിന്നുള്ളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനും ഒക്കെയുള്ള സംഗതികൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരണം എന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സാറ് മറ്റേ ഇതിന്റെ വീഡിയോ ഒക്കെ ഇനിയിപ്പോ അടുത്ത സെഷനിൽ പറയുന്നു. കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. അതെ, അത് പറയുന്നു. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ടൈമർ എൻഡ് ചെയ്തിട്ട് നമുക്ക് മറ്റ് ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ഓഫർ അവൈലബിൾ ആണോ എന്ന് നമ്മളൊരു പാർട്ടിസിപ്പേറ്റ് ചോദിച്ചിരുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഓഫർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കത്
എടുക്കാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവിനാണ് അതിനെപ്പറ്റി അറിയാവുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് വീഡിയോസ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ പലർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയാം. നമ്മുടെ ചാറ്റ് വിൻഡോയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ തമിഴ് സിത്താരമ്മയുടെ ആൻസർ തരുന്നുണ്ട്. അപ്പൊ ഞാനും വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം, കാരണം മറ്റു ടോപ്പിക്കിലേക്ക് പോയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കുന്നത്, അവതാർ വീഡിയോസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഞാൻ നേരത്തെ കാണിച്ച AI അവതാർ വീഡിയോസ് നിർമ്മിക്കാൻ DID എന്ന് പറയുന്ന ടൂളാണ് യൂസ് ചെയ്തത്. DID, ഓക്കെ, www.t-id.com എന്നാണ് ഈ ടൂളിന്റെ പേര്. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവതാർ വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും. അവതാർ വീഡിയോ നേരത്തെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം പ്ലേ ചെയ്ത് കാണിക്കാം. നേരത്തെ കാണിച്ചത് തന്നെ. ഓക്കെ, ജസ്റ്റ് ആ ഒരു അവതാരം കൊണ്ട് സംസാരിപ്പിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കാൻ ജസ്റ്റ് DIDയിലേക്ക് ആദ്യം വരിക. ഓക്കെ, DID.comലേക്ക് ആദ്യം വരിക. ഇതിനകത്ത് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് വീഡിയോസ് ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഫ്രീ ട്രയൽ എടുത്ത് അകത്തേക്ക് കയറുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്ത് അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 3 സ്റ്റെപ്സ് ഇതിനകത്ത് വരത്തുള്ളൂ. വളരെ സിമ്പിൾ ആണ് ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്കൊന്ന് ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അവതാറിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഇതിനകത്ത് നിർമ്മിച്ചിട്ടുള്ള വീഡിയോകളാണ്. ഓക്കെ, ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവതാറിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പല ക്യാരക്ടറുകൾ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ഇതേപോലെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മുടെ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുക്കുക. എന്താണോ സംസാരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് ഡെസ്ക്ടോപ്പിൽ നിന്നൊരു സ്ക്രിപ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഈ സ്ക്രിപ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമ്മുടെ ശബ്ദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദം ഒരു ഓഡിയോ ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അത് പോസിബിൾ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭാഷ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഭാഷ മലയാളം ഞാനിവിടെ ചൂസ് ചെയ്യാണ്. മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്റെ ശബ്ദം വേണോ സ്ത്രീകളുടെ ശബ്ദം വേണോ എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിയിൽ ശോഭന എന്ന് വന്നിരിക്കുന്നു. ശോഭന, മിഥുൻ 2 ഉണ്ട്. ശോഭന സ്ത്രീകളുടെ ശബ്ദം, മിഥുൻ പുരുഷന്മാരുടെ ശബ്ദമാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് വീഡിയോ കൊടുക്കുക. ഇതിനെ പ്രോസസ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആക്കി മാറ്റി തരും. 2 മിനിറ്റ് കൊണ്ട്. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റെപ്സ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു അവതാരണ ചൂസ് ചെയ്യുക. എന്താണോ സംസാരിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഭാഷ ഇവിടെ സെലക്ട് ചെയ്യുക. 4മത്തത് ഈ ഒരു ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ റെഡി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇതേപോലെ നമ്മുടെ ഫോട്ടോ കൊടുത്ത് സംസാരിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ കൊണ്ടും സംസാരിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, എൻ്റെ ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോയാണ് നേരത്തെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശബ്ദം കൊടുത്താൽ നമ്മുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ സാധിക്കും. ഹെയ്ജൻ എന്ന് പറയുന്നതും ഇതേപോലൊരു അടിപൊളി ടൂളാണ്. heygen.com എന്നാണ് ഈ ടൂളിന്റെ പേര്. heygen.comൽ വന്നാലും നമുക്ക് ഇതേപോലെ അവതാർസിനെ കിട്ടും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും വീഡിയോസ് നിർമ്മിക്കാൻ. ഓക്കെ, AI പവേർഡ് വീഡിയോ ക്രിയേഷൻ അറ്റ് സ്കെയിൽ. ഇതിനകത്തേക്ക് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ അവതാർസ്, ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതേപോലെ നിരവധി അവതാർസ് കാണാൻ സാധിക്കും. ട്രൈ ചെയ്യാം. വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റി എന്തുകൊണ്ട് ചിന്തിക്കണം എന്ന് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറയാം. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ആക്റ്റീവ് ഇൻകം ആയിരിക്കും. ഒരു ബിസിനസ് ഉണ്ടായിരിക്കും. ആ ബിസിനസ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഒരു ജോലിയുണ്ട്, ജോലി മുന്നോട്ട് പോകുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്ലാൻ ബി എന്താണ്? നമുക്ക് എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടോ? അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോയാൽ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ വരുമാനം വേണം. എന്ത് ചെയ്യും? അപ്പോൾ മറ്റൊരു വരുമാന സ്രോതസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സെക്യൂർ ആയിട്ട് പോകുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഓൺലൈൻ മണി മേക്കിംഗ് അതിന് പറ്റിയൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ്. വാരൻ ബഫറ്റ് എന്ന പ്രശസ്തനായ കോടീശ്വരനാണ്, അമേരിക്കക്കാരനാണ്.
അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ലോകത്തിലെ 4th റിച്ചസ്റ്റ് മാൻ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ ഒരുപാട് ചാരിറ്റി കൊടുത്ത് അദ്ദേഹം ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ചാരിറ്റി കൊടുക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്ത് വെച്ചില്ല എങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ, നിങ്ങൾ മരിക്കുന്നത് വരെ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അല്ലേ? നമുക്ക് ഉറങ്ങുമ്പോഴും വരുമാനം വരുന്നൊരു സംവിധാനം സെറ്റ് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരിക്കുന്നവരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അതേസമയം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പാസീവ് ഇൻകത്തിനെ പറ്റി ചിന്തിക്കും, മറ്റൊരു വരുമാന സ്രോതസ്. അപ്പോൾ അത് എളുപ്പമുള്ള സംഗതിയല്ല. അതെല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇൻകം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാസീവ് ഇൻകത്തിന് താല്പര്യമുള്ള ഒരു PI എന്ന് കമന്റ് ചെയ്യുക. എത്രത്തോളം പേര് പാസീവ് ഇൻകത്തിനെ അനുകൂലിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. PI, പാസീവ് ഇൻകം. നമുക്കൊരു പാസീവ് ഇൻകം വേണം. ആക്റ്റീവ് ഇൻകം നമുക്ക് പലർക്കും ഉണ്ടെന്നറിയാം. ഓക്കെ, PI. ഓക്കെ, നിരവധി പേര് PI എന്ന് കമന്റ് ചെയ്യുന്നു. ഗ്രേറ്റ്, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, എന്താണ് പാസീവ് ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ മണി മേക്കിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഒരു അടിപൊളി സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന സംവിധാനം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നോക്കി, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞാൽ ഇവിടെ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്നൊരു പരസ്യം വെച്ചിരിക്കുന്നു. എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആമസോണിലേക്ക് പോകും. ആമസോണിൽ വന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ, ആമസോണിൽ 17 കോടി പ്രോഡക്ട്സ് ഇരിപ്പുണ്ട്. ഈ 17 കോടി പ്രോഡക്ട്സ് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ ലഭിക്കും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട, അയച്ചു കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് റെഫർ ചെയ്യുന്നു. നമ്മൾ റെഫർ ചെയ്ത ലിങ്കിലൂടെ പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇത് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സൈറ്റിനകത്ത് വന്ന്, ആമസോണിൽ വന്ന് നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബിക്കം ആൻ അഫിലിയേറ്റ്. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. ഇതിന് പറയുന്നത് ആമസോൺ അസോസിയേറ്റ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോളം ശതമാനം കമ്മീഷൻസ് ലഭിക്കും എന്നെല്ലാം അവരിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എത്രയാണ് അവരുടെ അഡ്വർടൈസിങ് ഫീസ്, എത്രയാണ് അവർ ഓരോന്നിനും ഓരോ പ്രോഡക്റ്റിനും തരുന്നത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. 6%. കിച്ചൺ ഐറ്റംസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ 6%, ഗ്രോസറി ആണെങ്കിൽ 8%, അതേപോലെ തന്നെ ബേബി പ്രോഡക്ട്സ് 6%. ഇങ്ങനെ കമ്മീഷൻസ് നമുക്ക് എത്ര ശതമാനം ലഭിക്കും എന്നുള്ളതാണ് ആമസോൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണിനൊക്കെ ചെറിയ കമ്മീഷനേ ഉള്ളൂ. 1.5%, 0.5% ഒക്കെയുള്ള ഏറ്റവും പുതിയ മൊബൈൽ ഫോണിനൊക്കെ ഉള്ള കമ്മീഷൻസ്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലേ? ഇത് പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ആമസോണിൽ ഇരിക്കുന്ന ഏത് പ്രോഡക്റ്റിന്റെ ലിങ്കും നമുക്ക് അതിൽ നിന്ന് അഫിലിയേറ്റ് ലിങ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ലിങ്ക് വേണമെങ്കിലും എടുക്കാം. ആമസോണിലേക്ക് ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും കിട്ടുന്ന രീതിയിൽ കോമൺ ആയിട്ടുള്ള ലിങ്ക് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. എടുത്തു കഴിഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള കണ്ടന്റുകൾ നമുക്ക് AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. നിങ്ങൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് 50,000 രൂപയിൽ താഴെയുള്ള ഒരു ലാപ്ടോപ്പാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നു. ഈ സെർച്ച് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന പല ലിങ്കുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലതും അഫിലിയേറ്റ് ലിങ്കുകളാണ്. ഇതിൽ പലതിലും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ ലാപ്ടോപ്പുകളെ പറ്റി വിശദീകരിക്കുന്ന ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളുകളിനകത്ത് വന്നിട്ട് ഏത് ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോഴും അത് ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ പോകുന്നത് ആമസോണിലേക്കാണ്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലേക്ക് പോകും. ഇതെല്ലാം അവരുടെ അഫിലിയേറ്റ് ലിങ്കുകളാണ്. ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്കുകൾ അവരുടെ അഫിലിയേറ്റ് ലിങ്കുകളാണ്. അപ്പൊ നമുക്ക് ഇതുപോലൊരു ആർട്ടിക്കിൾ എഴുതാൻ സാധിച്ചാൽ, അത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഇൻകം കിട്ടത്തില്ലേ? ഇതേപോലൊരു ആർട്ടിക്കിൾ എങ്ങനെ നമ്മളെ കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ബാർഡ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും. നേരത്തെ ഞാൻ ക്ലാസ്സിൽ ബാർഡിനെ പറ്റി പറഞ്ഞു. www.bard.google.com. ഗൂഗിളിന്റെ ബാർഡ് എന്ന് സെർച്ച് ചെയ്താലും മതി. പുതിയ പേര് ജെമിനി എന്ന് സെർച്ച് ചെയ്താലും മതി. ഇതിൽ വന്നതിന് ശേഷം ഒരു സിംഗിൾ കമാൻഡ് കൊടുക്കുക, അതിപ്പോ ഇവിടെ എഴുതിത്തരും. ഒരു സിംഗിൾ കമാൻഡ് കൊടുക്കുക, അതിപ്പോ നമുക്ക് ആർട്ടിക്കിൾ എഴുതിത്തരും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കമാൻഡ് കൊടുത്തു നോക്കാം. ബാർഡ് ഈസ് നൗ ജെമിനി. ഓക്കെ, എന്റെ കമാൻഡ് എന്ന് പറയുന്നത് ഇതാണ്: ക്രിയേറ്റ് എ ബ്ലോഗ് പോസ്റ്റ്. Okay, create a blog post about top 10 laptops under 50,000 in India with images. ഇമേജും കൂടെ പോരട്ടെ എന്നുള്ളതാണ് കൊടുക്കുന്നത്. കൊടുത്തു, എൻ്റർ അടിച്ചു.
അത് നിർമ്മിച്ചിരുന്നുണ്ടോ നോക്കാം. ഞാൻ ഇവിടെ കൈയും കെട്ടിയിരിക്കുകയാണ്, നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്, തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ മാർച്ച് 2024. നല്ലൊരു ഹെഡ്ലൈൻ അത് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഓവറോൾ ബെസ്റ്റ് ഓവറോൾ അസൂസ്, വിവോ, ഹോണർ മാജിക് എന്ന് പറയുന്ന ലാപ്ടോപ്പ്, ഡെൽ ഇൻസ്പിറോൺ, HP 14, അങ്ങനെ കുറേയധികം ലാപ്ടോപ്പുകൾ ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്ടിക്കിൾ അത് 80% എഴുതി തന്നു. നമുക്കിത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി വേണ്ടത്. ഈ കണ്ടന്റ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. കാരണം പബ്ലിഷ് ചെയ്ത് അത് ഗൂഗിൾ സെർച്ചിലൊക്കെ വരുമ്പോൾ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന സംവിധാനം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ കിട്ടിയ ആർട്ടിക്കിൾ എവിടെ പബ്ലിഷ് ചെയ്യും? സോഷ്യൽ മീഡിയയിലാണോ പബ്ലിഷ് ചെയ്യേണ്ടത്, അതോ ഏതെങ്കിലും വെബ്സൈറ്റുകളുണ്ടോ പബ്ലിഷ് ചെയ്യാം? ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ബ്ലോഗോ വെബ്സൈറ്റോ നിർമ്മിക്കാനുള്ള ഒരു കിടിലൻ ടൂളാണ് wordpress.com എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, ഫ്രീ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ്, ബ്ലോഗ് ഒക്കെ നിർമ്മിക്കാൻ wordpress.com എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ആക്ച്വലി വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വേർഡ്പ്രസിന്റെ പ്രത്യേകത അതിനകത്ത് തന്നെ 11,000 വെബ്സൈറ്റിന്റെ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. 11,000 വെബ്സൈറ്റിന്റെ മോഡലുകൾ ഉണ്ടാക്കി വെച്ച് ഏത് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ കാണിക്കാം. വേർഡ്പ്രസിന്റെ സൈറ്റിലേക്ക് വരുമ്പോൾ ഈ കാണുന്നതെല്ലാം വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. ഓക്കെ, 11,930 ഫ്രീ തീംസ്. തീം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകൾ. ഈ കാണുന്ന എല്ലാം വെബ്സൈറ്റ്, ബ്ലോഗുകളുടെ മോഡലുകളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് e-commerce സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, നോർമൽ വെബ്സൈറ്റ് ഉണ്ടാക്കാം, ബ്ലോഗ് ഉണ്ടാക്കാം, ന്യൂസ് പോർട്ടൽ ഉണ്ടാക്കാം. ഇതിൽ വന്ന് ജസ്റ്റ് സെർച്ച് കൊടുത്താൽ മതി, അതിന് പറ്റിയ തീം ഇതിൽ തന്നെ ഇരിപ്പുണ്ട്. എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു സൈറ്റ് ആക്കി മാറ്റാം. ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കുന്ന ആ ബ്ലോഗിനകത്ത് ഇതിന്റെ ആർട്ടിക്കിൾ ഇട്ട് കാണിക്കും. ജസ്റ്റ് 2-3 മിനിറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയുള്ളൂ. അത് ഞാൻ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന്. അതിന് നമ്മൾ wordpress.com-ൽ ചെന്ന് wordpress.com-ൽ ചെന്ന് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. wordpress.com-ൽ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റലേഷൻ നടത്തുക. വേർഡ്പ്രസിന്റെ ഇൻസ്റ്റലേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് തീം കിട്ടും. ആ വെബ്സൈറ്റിന്റെ ഒരു ബേസിക് തീം കിട്ടും. ബേസിക് തീം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. ഇതേപോലൊരു ബേസിക് തീം ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ ഒരു അടിപൊളി സൈറ്റാക്കി മാറ്റാൻ നമ്മളെ ഇമേജുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മതി. ഓക്കെ, ഞാൻ ഇതിനകത്തേക്കൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യാൻ ഉള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മൾ ഇൻസ്റ്റലേഷൻ നടത്തുന്ന സമയത്ത് തന്നെ കിട്ടും. യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഇൻസ്റ്റലേഷൻ നടത്തുന്ന സമയത്ത് തന്നെ കിട്ടും. ഇതിൽ ആദ്യം നമുക്ക് ഇതിന്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു 10-11,000-ഓളം തീമുകൾ ഇതിനകത്തുണ്ട്. അതിൽ ഏത് തീം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം തീമുകളാണ്, വെബ്സൈറ്റോ ബ്ലോഗോ ഉണ്ടാക്കാനുള്ള തീമുകളാണ്. ഇപ്പൊ കിടക്കുന്ന തീമാണ് ഇത്. ഇതെനിക്ക് വേണ്ട. ഞാൻ ഈ ഒരു തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. തീം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇപ്പോൾ പുതിയ തീം ഞാനൊന്ന് ആക്ടിവേറ്റ് ചെയ്തു. പുതിയ തീം ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്ലോഗിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വന്നു കഴിഞ്ഞു. വേർഡ്പ്രസ് സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നു. ചില ഡമ്മി ഇമേജുകളൊക്കെ വന്നിരിക്കുന്നു. ഈ ഇമേജുകളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ പേര്, ഫോൺ നമ്പർ എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. എന്നുവെച്ചാൽ ഇവിടെ പ്രോഗ്രാമിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റോ ബ്ലോഗോ എന്ത് വേണമെങ്കിലും നിർമ്മിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബ്ലോഗ് ഉണ്ടാക്കി അതിനകത്ത് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം. ഓക്കെ, വേർഡ്പ്രസ് സൈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കൊരു ഗാലക്സി ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗാലക്സി ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ, അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകളൊക്കെ പറ്റി പറയുന്ന ഒരു ബ്ലോഗ്. ഇതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ നമ്മൾ കൊടുക്കണം, അല്ലേ? ഇമേജുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക, എന്നിട്ട് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഇമേജായിട്ട് ഇവിടെ വരുന്ന ഇമേജുകളായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ആ ഇമേജുകൾ നമുക്ക് ക്യാൻവയിൽ എടുക്കാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു, അല്ലേ? നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ ക്യാൻവയിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ക്യാൻവയിൽ എടുത്തിട്ടുള്ള ചില ഇമേജുകൾ ഞാൻ ഇതിനകത്തേക്ക് എടുത്തു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഗാഡ്ജറ്റ്സിന്റെ ഒരു ഇമേജ്, ക്യാൻവയിൽ നിന്ന് എടുത്ത ഇമേജാണ്. അതിവിടെ കൊടുത്തു. അടുത്ത ഇമേജ് നമുക്ക് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് ഇമേജ് എഡിറ്റ് കൊടുക്കുന്നു. അടുത്ത ഇമേജ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേറൊരു ഇമേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ലാപ്ടോപ്പിന്റെ ഒരു ഇമേജ് ഞാനെടുത്ത് ഇവിടെ കൊടുത്തു. അതിവിടെ വന്നു, ലാപ്ടോപ്പിന്റെ.
ഓക്കെ, അടുത്ത ഇമേജ് മാറ്റണമെങ്കിൽ എനിക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെലക്ട് ഫയൽ ആഡ് ചെയ്ത് കൊടുക്കും. മൂന്നാമത്തെ ഇമേജ് മാറ്റി. ഓക്കെ, ഒരു ടെക്നോളജി ബ്ലോഗ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിനെ കുറ്റി പറയുന്ന ഒരു ബ്ലോഗ് ആക്കി ഞാൻ ഇതിനെ എത്ര പെട്ടെന്നാണ് മാറ്റിയത് നോക്കി. എത്ര പെട്ടെന്നാണ് ഇതിനെ മാറ്റിയത്. ഇതിനകത്ത് നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനാണെങ്കിലോ ഇതിനകത്ത് തന്നെ ഡാഷ്ബോർഡിൽ നേരത്തെ കിട്ടിയ ആർട്ടിക്കിൾ കൊണ്ടുവന്ന് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇതിന് പറയുന്നത് പോസ്റ്റ് എന്നാണ് പറയുന്നത്. പോസ്റ്റ്, ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് വന്ന് ആ കണ്ടന്റ് എല്ലാം കൊടുത്തുകൊണ്ട് ഇതിനകത്തേക്ക് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ ഇവിടെ വരും. ജസ്റ്റ് ആ കിട്ടിയ കണ്ടന്റ് നമ്മൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇവിടെ വരും. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്തൊരു ആർട്ടിക്കിൾ ഇവിടെ കാണിക്കാം. പബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഒരു ആർട്ടിക്കിൾ ഞാൻ ഇവിടെ നിന്ന് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മൾ കണ്ട അതേ കണ്ടന്റ്, ടോപ്പ് 10 ലാപ്ടോപ്സ് അണ്ടർ 50,000 ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ കണ്ടന്റ് നമ്മൾ എവിടെ നിന്ന് കിട്ടിയതാണത്? ബാഡിൽ നമ്മൾ കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ കണ്ടന്റ് ആണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ പബ്ലിഷ് കൊടുത്തത്. ഓക്കെ, ഇതേപോലെ ആർട്ടിക്കിൾസ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇമേജും കൊടുക്കുക, ഹെഡ്ലൈൻ കൊടുക്കുക, കണ്ടന്റ് കൂടെ നമ്മൾ ജനറേറ്റ് ചെയ്ത കണ്ടന്റ് കൂടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആർട്ടിക്കിൾ കിട്ടും. ഈ ആർട്ടിക്കിളിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ ലിങ്കും എന്ത് വേണം? നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ആർട്ടിക്കിൾസ് എപ്പോൾ വേണമെങ്കിലും എഴുതി പബ്ലിഷ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഗൂഗിൾ സെർച്ചിൽ വരുമ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പറ്റത്തില്ലേ? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. തീം എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് ഓരോ കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനകത്ത് വരുമാനം ഉണ്ടാക്കാം. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്ന പലരും വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, ഒരുപാട് പൈസ മേടിക്കരുത്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കസ്റ്റമറെ ലോങ് ടൈമിൽ നിലനിർത്താൻ സാധിക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് 2016 മുതൽ 2024 വരെ ഈ ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ പിന്നെ ചില ട്രെയിനേഴ്സിനെ കണ്ടു, അവരൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞ് അത് നിർത്തുന്നു. എന്താണ് ആക്ച്വലി സാറിന്റെ രഹസ്യം എന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇവിടെ ഏകദേശം 200ഓളം പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 200ഓളം പേരെ നമ്മൾ ഈ ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൽ പല ട്രെയിനേഴ്സാണ്, കേരളത്തിലുള്ള പല പ്രമുഖ ട്രെയിനേഴ്സും യഥാർത്ഥത്തിൽ 2020 ഇവിടെ പഠിച്ചവരാണ്. ഞാനതിവിടെ കാണിക്കാം. ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, അത് ശരിയായിട്ടുള്ളൊരു സംഗതിയല്ല. പക്ഷേ എന്താണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്റെ ബിസിനസ് ട്രിക്ക് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ബിസിനസ് പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് ഒരു കോഴ്സ് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ് വിത്ത് ടീച്ചബിൾ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഈ കോഴ്സ് പഠിച്ച് 200ഓളം ട്രെയിനേഴ്സ് കേരളത്തിലുണ്ട്. ഈ കോഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 മുതൽ 2020 വരെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരുന്നു ഞാൻ ഹോട്ടലുകളിൽ വെച്ച് എടുത്തുകൊണ്ടിരുന്നത്. 2020 ആയപ്പോൾ ഇത് ഓൺലൈനിലേക്ക് മാറ്റേണ്ടി വന്നു. നമുക്കറിയാം കോവിഡ് വന്ന സമയമായപ്പോൾ ഓൺലൈനിലേക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും ഹോട്ടലുകളിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിലേക്ക് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കോവിഡ് ഇപ്പോഴൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ നേരത്തേക്ക് പെട്ടെന്ന് തന്നെ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് നിരവധി സ്റ്റുഡൻസിന് കിട്ടാൻ തുടങ്ങി, ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം. അപ്പോഴാണ് നാട്ടിലുള്ള പല ട്രെയിനേഴ്സിന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഓക്കെ, ഞാൻ വിചാരിച്ചു ട്രെയിനേഴ്സിന് വേണ്ടി തന്നെ ക്ലാസ് കൊടുക്കാം, ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ അവർക്കും പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് 200ഓളം പേരെ ആ കോഴ്സുകളിൽ ട്രെയിൻ ചെയ്തത്. അതിൽ പലരും മുന്നോട്ട് പോകുന്നു, ചിലരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ചിലരൊക്കെ പകുതി വഴിക്ക് വെച്ച് നിർത്തിയിട്ടുള്ളവരുണ്ട്. ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്. അവരൊക്കെ പല വഴിക്ക് പകുതി വെച്ച് നിർത്തി. അവരെ ചോദിക്കുന്നത്, സാർ എങ്ങനെയാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇപ്പൊ കുറെ വർഷങ്ങളായല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ 3 ബിസിനസ് പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. 3 ബിസിനസ് പ്രിൻസിപ്പിൾ. അത് കൊണ്ടാണ് ബിസിനസ് നല്ല രീതിയിൽ പിന്നെ 2016 മുതൽ 2024 ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന ബിസിനസ് പ്രിൻസിപ്പിൾ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയിക്കാൻ സാധിക്കും. ഞാൻ ഇത് ടോപ്പിക്കിലേക്ക് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. പലരും ബിസിനസ്സിനെ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷനും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ അതിലേക്കൊന്ന് വരുന്നത്. അത് ഞാൻ ഇവിടെ 2 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാം. എന്താണ് ആ ബിസിനസ് പ്രിൻസിപ്പിൾ എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ
യെസ് എന്ന് കമന്റ് ചെയ്യാം. ഞാനത് ഇവിടെ അവതരിപ്പിക്കാം. ഞാനിവിടെ സക്സസ്ഫുൾ ആയതിന്റെ റീസൺ എന്താണ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിരവധി പേര് യെസ് കമന്റ് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ആക്ച്വലി നമ്മളൊരു ബിസിനസ് വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കുക. അതിൽ ഒന്നെന്ന് പറയുന്നത് WWW എന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന സ്ട്രാറ്റജി. വിൻ വിൻ വിൻ. ഒരു ബിസിനസ്സിനകത്ത് 3 എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കസ്റ്റമർ വിൻ ചെയ്യണം. ആ ബിസിനസ്സിൽ കസ്റ്റമർ വിൻ ചെയ്യണമെങ്കിൽ കസ്റ്റമർ നല്ല പ്രോഡക്റ്റ് സർവീസും കൊടുത്തുകൊണ്ടിരിക്കണം, നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. രണ്ടാമത് നമ്മുടെ എംപ്ലോയീസ്, അതേപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ സപ്ലൈ ചെയ്യുന്നവർ, അവർ വിൻ ചെയ്യണം. അവർക്ക് കൃത്യസമയത്ത് സാലറി കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക, അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തത് നമ്മൾ തന്നെയാണ് W. ഈ WWW എന്ന് പറയുന്നത് വിൻ 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 ആണ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ബിസിനസ്സിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. ഇതാണ് ഒരു സംഗതി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ മനസ്സിൽ കണക്കാക്കണം. ജീവിതകാലം മുഴുവൻ അവർ നമ്മുടെ കസ്റ്റമർ ആയിരിക്കണം എന്നുള്ള കണക്കൂട്ടലിൽ ബിസിനസ് ചെയ്യണം. ലൈഫ് ടൈം വാല്യൂ കണക്കാക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ ഒരിക്കലും നമ്മൾ വിട്ടു പോകത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണം, ഔട്ട്പുട്ട് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയെങ്കിൽ മറ്റൊരു കോഴ്സിൽ അവർ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഇത്രയധികം സപ്പോർട്ട് സ്റ്റാഫുകൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പലരും 20,000, 30,000, 50,000 രൂപയ്ക്കൊക്കെ കോഴ്സുകൾ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ഓഫ്ലൈനായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അഫോർഡബിൾ ഫീസിൽ കൊടുക്കുന്നതിന്റെ ഉദ്ദേശവും അവർ ലോങ് ടൈം കസ്റ്റമറായിട്ട് നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശമാണ്. ഇത് ജിയോ അപ്ലൈ ചെയ്യാറുള്ള ടെക്നിക്കാണ്. നമ്മുടെ റിലയൻസ് ജിയോ ലൈഫ് ടൈം വാല്യൂ കണക്കാക്കിക്കൊണ്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 5G ഒക്കെ എത്രയും പെട്ടെന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. നമ്മുടെ ബിസിനസ്സിനകത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട്, എപ്പോഴും ഇതിന്റെ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നിലായി പോകത്തില്ല എന്നുള്ളതാണ്. ഈ 3 പ്രിൻസിപ്പിളാണ് ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തത്, സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക, പാഷനുള്ള ജോലി തിരഞ്ഞെടുക്കുക. പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് ജോലി ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. എനിക്ക് ക്ലാസ് എടുക്കുന്നത് ബോറടിക്കത്തില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ക്ലാസ് എടുക്കും, എത്ര പേരെ വിട്ട് വേണമെങ്കിലും ഇന്ററാക്ട് ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്ലഷർ എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ചില ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇപ്പൊ ഞാനിവിടെ കവർ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഷഫീഖ് സാർ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമസ്കാരം. വളരെ നല്ല ക്ലാസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ ബേസിക്കലി ഒരു ട്രെയിനറാണ്, ഞാൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. അപ്പൊ എന്റെ പർപ്പസ് എന്ന് വെച്ചാല് എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാന്നുള്ളതായിരുന്നു. സത്യം എന്റെ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരാന്നുള്ളതിനെ കുറിച്ച് അറിയുക, എന്റേതായിട്ടുള്ള മേഖലയിൽ മാത്രം ഇന്ററാക്ട് ചെയ്യണം. പക്ഷെ വളരെ നല്ല ക്ലാസ്. ഞാൻ നിങ്ങളുടെ പരസ്യം കാണാറുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വലിയ സന്തോഷം. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം കണ്ടത്, താങ്കൾ ഈ ഫീസ് പറഞ്ഞപ്പോ വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോ 2-3 ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോ സത്യത്തിൽ 22,000-ഉം 40,000 റേഞ്ചാണ് പലരും ഈ ക്ലാസ്സുകൾക്ക് മേടിക്കുന്നത്. അത് ഞാൻ ബിസിനസിന് വേണ്ടി പറഞ്ഞല്ല കേട്ടോ, അത് സത്യമായിട്ട് പറഞ്ഞാണ്. പിന്നെ ഒരു സംശയമുള്ളത് ഇതിലിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഈ AI ടൂൾസിന്റെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ കോഴ്സാണോ, അത് ഇത് തന്നെയാണോ? അത് അല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വേറൊരു കോഴ്സ് ഉണ്ടെങ്കിലും ഈ സെയിം കോഴ്സിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാനിവിടെ കാണിക്കാം. പിന്നെ ഓക്കെ, ഇത് എക്സ്ക്ലൂസീവ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് മാത്രമാണ്. അതേസമയം ഈ ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളോടൊപ്പം തന്നെ അത് മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്ന എങ്ങനെ, ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എങ്ങനെ, ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എങ്ങനെ, വാട്സാപ്പ് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന എങ്ങനെ, മാർക്കറ്റിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഈ പറയുന്ന ChatGPT ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കോഴ്സിനകത്ത് കൂടുതൽ ടൂളുകൾ പഠിക്കാൻ സാധിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ കൂടി പഠിക്കാൻ സാധിക്കും. മറ്റതിനകത്ത് 100% ഫോക്കസ്ഡ് ഓൺ മാർക്കറ്റിംഗ് മാത്രമാണ്.
ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പന്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടാണ്. അദ്ദേഹം പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഈ കോഴ്സിന് ചിലർ എന്നോട് ചോദിക്കേണ്ടത് ഈ കോഴ്സിന്റെ ഇത്രയും ഫീസ് കുറവായത് കൊണ്ട് ഇതിനകത്ത് ഇനി കണ്ടന്റ് കുറവാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനാണ് ഞാൻ ഇവിടെ നേരത്തെ ഇതിന്റെ മോഡ്യൂൾസ് എല്ലാം ഇവിടെ കാണിച്ചത്. ഓക്കെ, മറ്റു പലരും പ്രൊവൈഡ് ഒരു ചെയ്യുന്നതിനേക്കാൾ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിന്റെ മോഡ്യൂള് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? അതെ തീർച്ചയായിട്ടും അതിന്റെ മോഡ്യൂൾസ് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ്സ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടും. അല്ലെങ്കിൽ അവർക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ മോഡ്യൂൾസ് എന്തൊക്കെയാണ് അതിനകത്ത് കവർ ചെയ്യുന്ന മോഡ്യൂൾസ് എന്നുള്ളത് ഇതേപോലെ അയച്ചു തരും, ഓരോ മോഡ്യൂൾസും. ഓക്കെ, മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അതേപോലെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ AI വരുമ്പോഴത്തേക്ക് പലരും ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ചിലർക്കുണ്ടായിരിക്കും. അതിന് ഞാൻ ഒരു ചെറിയൊരു സംഗതി 2 മിനിറ്റ് കൊണ്ട് പറയാം. 2-3 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ഞാൻ തലശ്ശേരിയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്താണ്. 7-8 ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്ന് ആ ക്ലാസ് ഓർഗനൈസ് ചെയ്ത് അതിന്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ക്ലാസ് നന്നായിരുന്നു, എനിക്ക് 2 പേരെ ഒഴിവാക്കാൻ സാധിച്ചു. 7-8 ഡിസൈനേഴ്സ് ഉണ്ടായതിൽ 2 പേരെ അദ്ദേഹം ഒഴിവാക്കി. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പോയി ക്ലാസ് എടുത്ത കാരണം 2 പേരെ ജോലി നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു ടൂള് അവതരിപ്പിച്ചു. ഓക്കെ, ഇത് ഇപ്പോഴൊന്നുമല്ല, ഇതിന് മുമ്പ് 2-3 വർഷം മുമ്പുള്ള സംഭവമാണ്. അന്ന് ഞാൻ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂള് അവരുടെ ജോലി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായിരുന്നു ആ ടൂൾ എന്ന് വെച്ചാൽ remove.bg എന്ന് പറയുന്ന ഒരു ടൂളായിരുന്നു. remove.bg ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ് remove.bg. ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മൊബൈലിലും കമ്പ്യൂട്ടറിലും. ഇത് എങ്ങനെയാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഇമേജ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. ഓക്കെ, സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഓക്കെ, ഈ ഇമേജ്, രജനീകാന്തിന്റെ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ സാധാരണ ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന കഷ്ടപ്പെട്ട് ഇതിന്റെ കോർണറിലൂടെ ഒക്കെ വരച്ച് കുറച്ച് സമയം എടുത്തൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യേണ്ടി വരും. അതിന് പകരം ഈ ഇമേജ് ജസ്റ്റ് remove.bg അപ്ലോഡ് ചെയ്യുക. remove.bg എടുത്തു, അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് ഇമേജ് കൊടുക്കുകയാണ്. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പഴം തൊലിക്കുന്നത് പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിനാണ് യഥാർത്ഥത്തിൽ 1-2 പേരെ എക്സ്ട്രാ ഇരുത്തിയിരുന്നത്. ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള വർക്കിനായിരുന്നു. ഈ ടൂൾ കിട്ടിയപ്പോൾ പിന്നെ 2 പേരുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചില ടൂൾസ് വരുമ്പോൾ പലരുടെ ജോലിക്ക് തന്നെ ഭീഷണിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു കമ്പനിയിൽ നമ്മൾ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. നമ്മളെ അവിടെ നിന്ന് ആദ്യം പറഞ്ഞു വിടാൻ അവർക്ക് തോന്നത്തില്ല, അല്ലെങ്കിൽ പറ്റത്തില്ല. കാരണം 2 പേര് ചെയ്യുന്ന ജോലി നമ്മൾ ഒറ്റയ്ക്ക് ഈ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു. അത്രയും സ്മാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒഴിവാക്കുന്നതിന് മുമ്പ് അവരൊന്ന് ചിന്തിക്കും. രണ്ടാമത് ഈ ടൂൾസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് പുതിയ സ്ഥലത്ത് ജോലി കയറാം, അല്ലെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വഴി എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ 2000 ആണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇയർ 2000 എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന് മുമ്പും ഇന്റർനെറ്റിന് ശേഷം എന്ന് പറയുന്ന ഒരു ഡിവൈഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുമ്പും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ശേഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കും, 1990-കളിലൊക്കെ കാസറ്റ് കടകൾ ഉണ്ടായിരുന്നു. അത് മാറി CD-യും DVD-യും ഒക്കെ ആയി, പെൻഡ്രൈവ് ആയി. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും പ്രൈമിലും ആണല്ലോ നമ്മൾ സിനിമകൾ കാണുന്നത്. ടെലിഫോൺ ബൂത്തുകൾ അപ്രത്യക്ഷമായി, മൊബൈൽ ഫോണുകൾ വന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയത് വരുമ്പം അതിനെ അപ്രസക്തമാക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ബിസിനസ്സിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സമയം ഏകദേശം 9:18 നമ്മൾ 9 മണി വരെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പലർക്കും ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻസിനൊന്ന് അയച്ചു കൊടുക്കുക. അതിന്റെ ആൻസർ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ആയിക്കോട്ടെ, ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക.
നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടൂൾസ് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ജോലിയിലും എല്ലാം ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ ബന്ധപ്പെടുക. ഓഫർ അവൈലബിൾ ആണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയതിന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൾ. താങ്ക് യു.